മൊഡ്യൂൾ 4ൻ്റെ അകത്ത് നമുക്ക് ഫങ്ഷൻസ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള ഏരിയയാണ് വരുന്നത്. ഓക്കെ, പിന്നെ റിക്കേഷൻ എക്സെട്ര. അപ്പോൾ അതിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോഗ്രാമിന് ഒറ്റ ബ്ലോക്കായിട്ട് എല്ലാം കൂടി ഒരു സ്ഥലത്ത് എഴുതുന്നതിന് പകരം നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഗ്രൂപ്പ് ചെയ്ത് മൊഡ്യൂൾസ് ആയിട്ട് എഴുതും. ഓക്കെ, അതിനാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് നമ്മൾ പറയും. അപ്പോൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് വ്യത്യസ്ത ബ്ലോക്കുകളായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ റീഡബിലിറ്റി കൂടും. ഓക്കെ, ഡിഫറെൻറ്റ് ബ്ലോക്ക്സ് ആയതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള എറേഴ്സ് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അതുപോലെ കോഡ് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പ്രാവശ്യം എഴുതിയ കോഡ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്ക് റീയൂസ് ചെയ്യാം. അതുപോലെ മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും, അതിനെ കൊളാബറേറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. നമ്മൾ ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് കിടക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉള്ളത്. ഇനി അഡ്വാൻറ്റേജസ് ഉണ്ട്, മെയിൻ അഡ്വാൻറ്റേജസ് ഇതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്തൊക്കെ ഇനി ബാക്കി എക്സാമ്പിൾസ് പറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അതിന് ക്ലാരിറ്റി വരും. ഓക്കെ, സീൻ്റെ കേസിലാണ് നമുക്ക് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഫങ്ഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എന്നാണ് പറയാം. മെയിൻ ഫംഗ്ഷൻ, അതുപോലെ strlen, printf അങ്ങനെയുള്ളത്. അപ്പോൾ തരംതിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ്, സീൻ്റെ അകത്തുള്ളത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുപോലുള്ള ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം, അതിന് ലേറ്റർ സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് നമ്മൾ നോർമലി യൂസ് ചെയ്ത് പരിചയമുള്ള ഫംഗ്ഷൻസാണ് ഇവിടെയുള്ള ഫങ്ഷൻസ്. പ്രിൻ്റഫ്. ഓക്കെ, പ്രിൻ്റഫിൻ്റെ അകത്ത് നമ്മളൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് വരും. നമുക്കറിയാം സ്ക്വയർ റൂട്ട് എന്നുള്ള ഫംഗ്ഷന് math.h-ലാണുള്ളത്. അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ റൂട്ട് യൂസ് ചെയ്യാം. ഒരു നമ്പർ എടുത്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറ്റും. അതുപോലെ സ്ട്രിങ് ലെങ്ത്ത് കാണാനുള്ള strlen എന്നുള്ള ഫംഗ്ഷൻ string.h നമ്മളെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് പോവാണ്. ഓക്കെ, ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ അത് ഡിക്ലെയർ ചെയ്യുക, അതുപോലെ അതിനെങ്ങനെ ഡെഫിനിഷൻ നമ്മൾ എഴുതുക, അതിന് വിശദീകരണം എങ്ങനെയാണ് എഴുതുക, അതുപോലെ അതിനെങ്ങനെ ഉപയോഗിക്കുക, ഫംഗ്ഷൻ കോൾ ചെയ്യുക. അപ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോടൈപ്പ് എന്തൊക്കെയാണ് ആ ഫംഗ്ഷനിലുള്ളത് നമ്മൾ പറയണം. അതിൻ്റെ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് എന്താണ്, അതിൻ്റെ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ആ ഫംഗ്ഷൻ്റെ പേരെന്താണെന്നുള്ളതാണ് ഡിക്ലറേഷനിൽ പറയുക. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷനിൽ നമ്മൾ പറയാം ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമോ ആ വിശദീകരണം എല്ലാം ഡെഫിനിഷനിൽ വരും. പിന്നെ ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഈ ഡിഫൈൻ ചെയ്ത് വെച്ച ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ കോൾ എന്ന് പറയാം. ഓക്കെ, 3 ടൈപ്പ് കാര്യങ്ങളാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സാമ്പിളിലേക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. #include stdio.h സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം void മെയിൻ ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതാണ് നോർമലി ഉള്ള നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വേണ്ട കമാൻഡ്സ് എഴുതാം. ഓക്കെ, printf വെൽക്കം. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ കിട്ടും, വെൽക്കം എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ യൂസർ ഒരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ 3 പാർട്ടാണ് ഇതിനുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ ഡിസ്പ്ലേ എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതാം. ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷന് ജസ്റ്റ് ഹായ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനതിന് പേര് കൊടുത്തു ഡിസ്പ്ലേ, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ഒന്നും ഇൻപുട്ടായിട്ട് എടുക്കുന്നില്ല. ഓക്കെ, തിരിച്ച് പുറത്തേക്ക് ഒന്നും കൊടുക്കുന്നില്ല, അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇൻപുട്ടായിട്ടൊന്നും എടുക്കുന്നില്ല, അതാണ് void. ഔട്ട്പുട്ടായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഇനി ഈ ഫംഗ്ഷൻ എന്താണെന്നുള്ള നമ്മൾ എഴുതാൻ പോകണം. ഓക്കെ, അപ്പം
ഡെഫിനിഷൻ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷനാണ്. ഓക്കെ, ഡിക്ലറേഷൻ. ഇനി ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതുന്ന കമൻ്റാണ്, 2 സ്ലാഷ് ഇട്ടിട്ട് ഇത് പ്രോഗ്രാമിൻ്റെ ഭാഗമല്ല. ഓക്കെ, നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ കമൻറ്റ്സ് കൊടുക്കാം. ഓക്കെ, ഡെഫിനിഷൻ. അപ്പോൾ ഈ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതാണ്. വോയിഡ് ഡിസ്പ്ലേ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഹായ് എന്നുള്ള മെസ്സേജ് എടുത്തു. റെഡി, ഹായ്. അപ്പം ഡെഫിനിഷനായി. ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് വരും, നെയിം, പിന്നെ അതിൻ്റെ റിട്ടേൺ ടൈപ്പ്. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, വോയിഡ് ടൈപ്പാണ്. എന്തെല്ലാം ടൈപ്പ് നമ്മൾ കൊടുക്കണം, അതുകൊണ്ട് വോയിഡ് എന്ന് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ അകത്ത് ഇതാണ്, അതിൻ്റെ അകത്ത് എന്താണോ കാര്യങ്ങൾ വരുന്നത് അത് നമ്മളിവിടെ കൊടുക്കാം. ഓക്കെ, പ്രിൻ്റ് ഓഫ് ഹായ്. ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ വന്ന വെൽക്കം എന്നുള്ള മെസ്സേജിന് ഇവിടെ വന്നത്. ഓക്കെ, മെയിൻ ഫംഗ്ഷന് വർക്ക് ചെയ്തു, ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും മെയിൻ ഫംഗ്ഷന് അതിൻ്റെ ലൈനിൽ അവസാനിക്കും. എപ്പോഴും ഒരു പ്രോഗ്രാം തുടങ്ങുക മെയിനിലാണ്, മെയിനിൽ തുടങ്ങി മെയിനിൽ അവസാനിക്കും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. സി പ്രോഗ്രാം മെയിനിൽ തുടങ്ങും, മെയിനിൽ അവസാനിക്കും. മെയിൻ്റെ അകത്തുള്ള ആദ്യത്തെ ലൈനിൽ തുടങ്ങും, അത് അവസാനിക്കും. എത്ര ഫംഗ്ഷൻസ് വേറെ ഉണ്ടോ ഇല്ലേ എന്നുള്ള പ്രശ്നമല്ല, മെയിനിൽ തുടങ്ങി മെയിനിൽ അവസാനിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് പ്രിൻ്റ് ഓഫ് വെൽക്കം എന്നുള്ള മെസ്സേജ് ഉണ്ട്. ആ വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം ലൈൻ നമ്പർ 7 അവസാനിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതിയിരുന്നു അല്ലേ, ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇതിന് റിട്ടേൺ ചെയ്യുന്നില്ല, അതിൻ്റെ പേര് ഡിസ്പ്ലേ എന്നാണ്. അതിൻ്റെ അകത്തേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന നത്തിങ് ആണ്, വോയിഡാണ്. ഓക്കെ, ഇനി ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഈ മെയിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. കോൾ ദി ഫംഗ്ഷൻ. ഓക്കെ, ഏത് ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുന്നത്, ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ അത് കോൾ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, ആ ഫംഗ്ഷൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക, ഡിസ്പ്ലേ, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, സെമി കോളൻ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ പേര്, അതിൻ്റെ ഇൻപുട്ട് എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അതായത് അതിൻ്റെ അകത്തേക്ക് വരുന്ന പാരാമീറ്റേഴ്സിൻ്റെ ലിസ്റ്റ് എന്താണ്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണെന്നുള്ളത് കൊടുക്കുക. അതാണ് ഡിക്ലറേഷൻ. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്തൊക്കെയാണോ വരേണ്ടത് ആ കാര്യങ്ങളെല്ലാം കോഡെല്ലാം എഴുതുക, കംപ്ലീറ്റ്. അതാണ് ഡെഫിനിഷൻ. കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നമുക്ക് എപ്പോൾ വേണം അതിനെ യൂസ് ചെയ്യാം, അതിനെയാണ് നമ്മൾ എന്താ പറയുക, കോളിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ 3 പാർട്ട്. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്തായി, വെൽക്കം എന്ന് വന്നിട്ടുണ്ട്, അതിനുശേഷം ഹായ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ ലൈൻ നമ്പർ 7 മെയിൻ്റെ അകത്തുനിന്ന് ലൈൻ നമ്പർ 7 വെൽക്കം എന്ന് ആദ്യം പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് 13ാമത്തെ ലൈനിൽ വന്നിട്ട് 13ഉം 14ഉം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു പോകും. ഓക്കെ, തിരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ തിരിച്ചു പോകാം, വീണ്ടും എവിടെ നിന്നാണോ കോൾ ചെയ്തത്, ലൈൻ നമ്പർ 9 എന്നാണ്, അവിടേക്ക് തന്നെ തിരിച്ചു പോകും. ഓക്കെ, അതാണ് ഒരു ഫംഗ്ഷൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇത് നമുക്ക് വേറെ ചില വേരിയേഷൻസ് എല്ലാം ഉണ്ട്, പക്ഷെ അതിൻ്റെ മെയിൻ രൂപം എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യുക, ഒരു ഫംഗ്ഷൻ്റെ ബേസിക്സ്, ഡിക്ലറേഷന്, ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, ഫംഗ്ഷൻ്റെ കോളിംഗ്. ഓക്കെ, ഇതേ ഫംഗ്ഷനെ നമുക്ക് വേറൊരു രീതിയിൽ കൂടി റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഡെഫിനേഷൻ എഴുതിയത്. ഇത് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഡിക്ലറേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് ഡെഫിനേഷനും ഡിക്ലറേഷനും രണ്ടും കൂടി ഒരുമിച്ചാണ് ഇവിടെ വരിക. ഓക്കെ, ആ ഒരു രൂപം നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് റൺ ചെയ്താലും നമുക്ക് സെയിം എഫക്റ്റാണ് വരിക. ഓക്കെ, ഫംഗ്ഷൻ ഇവിടുന്ന് കോൾ ചെയ്തു, അതവിടെ റൺ ചെയ്യും. ഓക്കെ, ആദ്യം മെയിൻ ഫംഗ്ഷനകത്തുള്ള വർക്ക് ചെയ്യും, ഇനി അവിടുന്ന് എപ്പോഴാണോ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ സമയത്ത് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഇനി അതിൽ കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ,
ഫങ്ഷൻ, then main function, then display എന്നുള്ള ഫങ്ഷൻ. ഓക്കെ, ഇനി ഡിസ്പ്ലേ ചെയ്യുമ്പം ഇപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ഒന്നും കിട്ടില്ല. കാരണം മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എനിക്കൊരു നമ്പർ കൂടി ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു നമ്പർ പാസ് ചെയ്യണം. 5 എന്നുള്ള നമ്പർ ഇവിടെ നിന്ന് പാസ് ചെയ്യണം. അപ്പോൾ പാസ് ചെയ്യുന്ന നമ്പർ ഇവിടെ സ്വീകരിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഏത് ടൈപ്പാണോ നമ്മൾ സ്വീകരിക്കുന്ന ടൈപ്പ് പറയാം, അതിനൊരു വേരിയബിളിലേക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇൻറ്റീജറായിട്ട് സ്വീകരിക്കും. ഓക്കെ, എന്നിട്ട് എനിക്കതിവിടെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഹായ് സേ %d or say value equal to %d, x എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ 5 എന്നുള്ള വാല്യൂ പാസ് ചെയ്തു. ഇത്രയുള്ളൊരു പാരാമീറ്റർ പാസ് ചെയ്യാൻ നമ്മൾ നോർമലി പറയും. ഓക്കെ, പാരാമീറ്റർ പാസ് ചെയ്തു, ആ പാരാമീറ്റർ ഇവിടെ സ്വീകരിച്ചു. ആ സ്വീകരിച്ച വാല്യൂ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തു. ഇത് റൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും വാല്യൂ ഈസ് ഈക്വൽ ടു 5 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു പാരാമീറ്റർ നമ്മളിവിടെ പാസ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. ഓക്കെ, 5 എന്നുള്ളതിൻ്റെ കൂടെ 7 2 നമ്പേഴ്സ് പാസ് ചെയ്യാം. അപ്പോൾ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാല്യൂ സ്വീകരിച്ചതിന് പകരം എന്ത് ചെയ്യാം, 2 വാല്യൂ സ്വീകരിക്കാം, x, y. എനിക്ക് വേണമെങ്കിൽ രണ്ടിൻ്റെയും സമ്മ് ഇവിടെ പ്രിൻറ്റ് ചെയ്യാം, x + y. ഓക്കെ, സം ഈസ് ഈക്വൽ ടു x + y. അപ്പോൾ 5 7 പാസ് ചെയ്താൽ 5 7 ഇവിടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സമ്മ് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ റൺ ചെയ്തു, സം ഈസ് ഈക്വൽ ടു 12. ഓക്കെ, ഇനി നമ്മൾ ഫംഗ്ഷൻ്റെ പേര് ജസ്റ്റ് മാറ്റാം, സം എന്ന് കൊടുക്കാം. ഓക്കെ, കാരണം നമ്മൾ സമ്മാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ വാല്യൂസ് പാസ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് 5 7 ബൈ ഡിഫാൾട്ട് കൊടുക്കുന്നതിന് വരെ നമുക്ക് ഇവിടുന്ന് വാല്യൂ സ്വീകരിച്ചു കൊടുക്കാം. ഇനി ഇതേ ലൈൻ നമ്മൾ വീണ്ടും കൊടുക്കണം. ഇവിടെ ന്യൂ ലൈൻ കൊടുത്തു. ഓക്കെ, 5 7ൻ്റെ പകരം സാം ഗിവിങ് 25 + 47. അപ്പോൾ ഇത് പാസ് ചെയ്താൽ ഫംഗ്ഷൻ എന്ത് ചെയ്യും, 2 പ്രാവശ്യം റൺ ചെയ്യും. ഓക്കെ, വിൻഡോ. ഓക്കെ, നമുക്ക് എറർ വരുന്നുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, ഡിസ്പ്ലേ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ പേരിനൂടെ യൂസ് ചെയ്യണം. സം നമ്മളിപ്പോൾ ഇവിടെ പേര് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ മാറ്റിയിട്ട് സം ആക്കാം. കാരണം ഡിസ്പ്ലേ എന്നുള്ളത് അവിടെ ഇല്ലല്ലോ, നമ്മളത് മാറ്റിയല്ലോ. ഓക്കെ, F11 സം. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 12, സം ഈസ് ഈക്വൽ ടു 72. ക്ലിയർ? ഫസ്റ്റ് 5 7 ഈ രണ്ടും പാസ് ചെയ്യുമ്പോൾ ഫംഗ്ഷനിലേക്ക് പോയിട്ട് 5 7 x y കിട്ടുക. അതിൻ്റെ റിസൾട്ട് ഇവിടെ 12 എന്ന് പ്രിൻറ്റ് ചെയ്യും. രണ്ടാമത് നമ്മൾ വീണ്ടും ലൈൻ നമ്പർ 10 25 47 പാസ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ 25 47 ആണ് അവിടെ വരിക. അത് രണ്ടും ഇവിടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും, സം ചെയ്തിട്ട് അവിടെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യും. അത്രയാണ് സമ്മ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് സമ്മ് ചെയ്തിട്ട് ഇവിടെ വാല്യൂ റിട്ടേൺ കിട്ടണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ടായിട്ട് 2 വാല്യൂ കൊടുത്തില്ലേ. ഇനി ഈ ആഡ് ചെയ്യുന്ന വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യാതെ നമുക്ക് തിരിച്ച് മെയിനിലേക്ക് തന്നെ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ റിട്ടേൺ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. റിട്ടേൺ x + y എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, എക്സും വൈ അവിടെ ആഡ് ചെയ്തിട്ട് എനിക്ക് റിട്ടേൺ ചെയ്ത് മെയിനിലേക്ക് തന്നെ തരും. ഓക്കെ, ഇനി അതിവിടെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രിൻ്റ് കൊടുക്കുക, പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഈ റിസൾട്ട് കൊടുക്കാം. ഓക്കെ, പ്രിൻ്റ് എഫിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഓക്കെ ഇവിടെ പ്രിൻ്റ് എഫ് കൊടുത്തു. ഓക്കെ, നോർമൽ പ്രിൻ്റ് എഫ്. പ്രിൻ്റ് എഫിൻ്റെ അകത്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ഒരു ഇൻറ്റീജറാണ്, റിസൾട്ട് ഇൻറ്റീജറാണ് അല്ലേ. അപ്പോൾ ഇവിടെ %d കൊടുത്തു, എന്താണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്, 2 വാല്യൂസ് അങ്ങോട്ടേക്ക് പോകണം അല്ലേ. എങ്ങോട്ടേക്ക് പോകണം, ഇതിൻ്റെ അകത്തേക്ക് പോകണം. നമ്മൾ 4,9 എന്ന് കൊടുത്തു. ആ വാല്യൂ ഈ ഫംഗ്ഷൻ കോൾ ഇവിടെ കാണുമ്പോൾ ഈ 4 ഉം 9 എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോകും.
ഈ 4ഉം 9ഉം എക്സിലും വൈയിലും കൊടുക്കും. എന്നിട്ട് ഇവിടെ എക്സും വൈയും ആഡ് ചെയ്യും. എക്സ് പ്ലസ് വൈ എന്നാണ് കാണുന്നത്. 4ഉം 9ഉം ആഡ് ചെയ്യും. അപ്പോൾ റിസൾട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം എന്ന് നമ്മളിവിടെ പറയണം. റിട്ടേൺ ചെയ്യാം എക്സും വൈയും. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് വീണ്ടും ഒരു ഇൻറ്റീജറാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് വോയിഡ് കൊടുത്ത്, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഒരു ഇൻറ്റീജറാണ് റിട്ടേൺ ചെയ്യുന്നത് പറഞ്ഞു, ഇൻറ്റെന്ന് കൊടുത്തു. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഓക്കെ, ഇവിടുന്നാണ് നമ്മൾ പോയത്, ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. കാരണം അവിടെ ഫംഗ്ഷൻ കോളാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എപ്പോഴെന്താ വെച്ചാൽ കോൾ ചെയ്ത സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകും. ഓക്കെ, ആരെ കോൾ ചെയ്താൽ വെച്ചാൽ അവിടെ വർക്ക് കഴിഞ്ഞാൽ തിരിച്ച് എവിടുന്നാണോ കോൾ ചെയ്തത് ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ തിരിച്ചൊരു നമ്പർ കൊണ്ടുവരുന്നുണ്ടല്ലേ, ഈ എക്സും വൈ ആഡ് ചെയ്തിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ തിരിച്ചു വരുന്നുണ്ട്. ആ ഇൻറ്റീജർ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ നമ്മളിവിടെ ആവശ്യപ്പെടാണ്. അതുകൊണ്ട് പ്രിൻ്റ് എഫിൻ്റെ അകത്ത് കൊടുത്ത് അപ്പോൾ അതിവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ കാണാം 13 അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്തു. ഇതിന് നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. ഓക്കെ, ഇൻറ്റ് റിസൾട്ട്, ഓക്കെ, RES എന്നോട് ഡിക്ലെയർ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, RES ഈസ് ഈക്വൽ ടു സം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതിൻ്റെ അകത്തേക്ക് 2 വാല്യൂസ് സെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, RES എന്നുള്ള വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 നമ്പർ ഇവിടുന്ന് പാസ് ചെയ്താൽ ഇവിടെ എത്തിയിട്ട് ആ വാല്യൂ ആഡ് ചെയ്തിട്ട് എക്സും വൈയും ആഡ് ചെയ്യും. അപ്പോൾ 9 ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന ഇൻറ്റീജറാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ തിരിച്ചു വന്നിട്ട് എവിടെ നിന്നാണ് കാൾ ചെയ്തത്, ഇവിടുന്ന് കാൾ ചെയ്ത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ RES ഈക്വൽ ടു എന്ത് ചെയ്യും, ഇവിടെ റിട്ടേൺ ചെയ്ത വാല്യൂ ഉണ്ടല്ലോ, ഈ 2 ആഡ് ചെയ്ത വാല്യൂ നേരെ ഇതിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും, അത് കോപ്പി ചെയ്യും. ഓക്കെ, അപ്പോൾ RESൻ്റെ വാല്യൂ എന്തായി, 16 എന്നുള്ള സംഖ്യ ഇട്ട് മാറും. ഇനി 16 എന്ത് ചെയ്യും, ഇവിടെ പ്രിൻറ്റ് ചെയ്യും. റൺ ചെയ്താൽ 16 എന്നുള്ള റിസൾട്ട് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ആ ഒരു സെക്ഷൻ ഒന്നുകൂടി പറയാം. അതാണ് നിങ്ങൾ മെയിൻ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. ഫംഗ്ഷൻ എന്താ എന്നുള്ള ആ കാര്യം മനസ്സിലാക്കാനാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഫംഗ്ഷനെ കോൾ ചെയ്യാം, അതിനെ ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് അതിന് ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സം എന്നുള്ളൊരു സ്വന്തമായിട്ട് ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് 2 വാല്യൂസ് ഇൻപുട്ടായിട്ട് സ്വീകരിക്കും, ഒരു വാല്യൂ ഔട്ട്പുട്ടായിട്ട് തിരിച്ചു തരും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 2 3 ഒക്കെ സ്വീകരിക്കാം. അവിടെ 2 സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏത് 2 ഇൻറ്റീജേഴ്സാണ് സ്വീകരിക്കുന്നത് അതിനെ ആഡ് ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യും. നമുക്ക് എപ്പോൾ അതിന് ഉപയോഗിക്കണം, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിൻ്റെ അകത്തുനിന്നാണ് കോൾ ചെയ്യുന്നത്. കാരണം മെയിൻ്റെ അകത്തുനിന്നാണ് എപ്പോഴും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക, മെയിൻ്റെ അകത്താണ് എക്സിക്യൂഷൻ അവസാനിക്കുക. ലൈൻ നമ്പർ 7 തുടങ്ങും. അപ്പോൾ ഇവിടെ ഒരു RES എന്നുള്ള ഡിക്ലെയർ ചെയ്യും. ഓക്കെ, പിന്നെ സം എന്നുള്ളത് ഇവിടെ കാണും. അപ്പോൾ നേരെ സമ്മിലേക്ക് നമ്പർ 2 നമ്പേഴ്സ് കൊടുക്കും, ആഡ് ചെയ്യും, തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് RES ഈക്വൽ ടു എന്നാണ്. അപ്പോൾ തിരിച്ചിട്ടുന്ന 16 എന്നുള്ള വാല്യൂ RESൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. അടുത്ത ലൈനിൽ എന്താ, RESൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ. ഓക്കെ, ഇങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഏരിയ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി പറയുന്ന ഏരിയാസൊക്കെ സിമ്പിളായിരിക്കും. ഓക്കെ, അതിൽ ആ ഏരിയയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ബൈ കമൻറ്റ് ഓർ ത്രൂ മെസ്സേജ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഏരിയ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എക്സാമ്പിൾസ് അതിൽ പറയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു സമ്മാണ് കണ്ടത്. അതിൽ കൂടെ നമ്മൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആ 2 3 എക്സാമ്പിൾസുകളും അതിൽ ആഡ് ചെയ്യണം. ഓക്കെ, സമ്മ്, ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 നമ്പർ സ്വീകരിക്കുന്നു, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഡിഫറൻസ്. ഓക്കെ, അപ്പം x+y എന്നുള്ളത് x-y എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ സിംഗിൾ ലൈനിലാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. സോ ഇങ്ങനെ കൊടുക്കാം, ഇൻറ്റ് z. ഓക്കെ, ദെൻ z ഈക്വൽ ടു x-y. അതിനുശേഷം സെമിക്കോളൻ, അതിനുശേഷം റിട്ടേൺ z. സെയിം എഫക്റ്റാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ മെയിൻ്റെ അകത്ത് 2 വാല്യൂസ് സ്വീകരിക്കാം. ഇൻറ്റ് PQR. ഓക്കെ, നമ്മൾ പറയുന്നത് പ്രിൻ്റ് എഫ് എൻ്റർ വാല്യൂസ്. ഓക്കെ, എൻ്റർ 2 വാല്യൂസ്.
enter two values, scanf numbers p ലേക്കും q ലേക്കും റീഡ് ചെയ്യണം. scanf %d comma address of p comma address of q. അതായത് p ലേക്കും q ലേക്കും നമ്മൾ എന്ത് ചെയ്തു, രണ്ട് വാല്യൂസ് സ്വീകരിക്കണം. ഓക്കെ, ഇനി നമുക്കിവിടെ പറയാം ഫങ്ഷൻസ് നമ്മളിവിടെ കോൾ ചെയ്യണം. ഓക്കെ, സം ഈസ് %d കോമ r എന്ന് കൊടുക്കണം. ആറിൻ്റെ വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടില്ല കറൻ്റ്ലി. ഓക്കെ, സിമിലർലി printf product is %d comma r. Okay, sum product difference. Okay, difference is. Okay, അപ്പോൾ ഇനി സം ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ആ ഫംഗ്ഷൻ നേരിട്ട് ഇവിടെ കോൾ ചെയ്യാം. ഓക്കെ, സം എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് നമുക്ക് അവിടെയുള്ള വാല്യൂസ് കൊടുക്കാം. നമുക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കേണ്ടത്, p കോമ q ആണ്. ഓക്കെ, സ്ലാഷ് എന്ന് കൊടുക്കാം, ന്യൂ ലൈൻ വരാൻ വേണ്ടിയിട്ട് /n. ഓക്കെ, സം ഈസ് എന്ന് പറഞ്ഞിട്ട് സം വരും. ഇനി നമുക്ക് ആറിലേക്ക് വാല്യൂ എടുത്തിട്ട് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, r ഈസ് ഈക്വൽ ടു mul അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ mul ഓഫ് p കോമ q. രണ്ട് നമ്പേഴ്സ് ഇവിടെ ഇൻടേക്ക് ചെയ്യും. ഓക്കെ, അത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് ആറിൽ റിസൾട്ട് വരും. ആ ആർ ഇവിടെ പ്രിൻ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇനി ഡിഫറൻസ് ആണെങ്കിൽ സേ PQR. ഓക്കെ, r ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഡിഫറൻസ് ഓഫ് p കോമ q. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ഇത് എഴുതി കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും സമ്മ് കാണെങ്കിൽ ഇതേ ഫംഗ്ഷൻ യൂസ് ചെയ്യും. അതാണ് റീയൂസബിലിറ്റി ഓഫ് കോഡ് എന്നുള്ളത്. ഓക്കെ, r ഈസ് ഈക്വൽ ടു ഇവിടെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാം. എൻ്റർ ടു വാല്യൂസ് 5 6 രണ്ട് വാല്യൂസ് കൊടുത്തു. സം ഈസ് 11, പ്രൊഡക്റ്റ് ഈസ് 30, ഡിഫറൻസ് ഈസ് -1. ഓക്കെ, 3 കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഫംഗ്ഷൻസിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറയുമ്പം മോഡുലാർ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്. അപ്പം എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എടുത്താൽ ഇവിടെ പെട്ടെന്ന് എററിനെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, മാനേജ് ചെയ്യാൻ എളുപ്പമാണ്, റീയൂസ് ചെയ്യാൻ പറ്റും, വീണ്ടും ഈ ഫംഗ്ഷനെ റീയൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡെവലപ്പേഴ്സ് ഒരു ടീമിലുണ്ടെങ്കിൽ നമ്മൾക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പലർക്കും പല ഫംഗ്ഷൻസ് എഴുതാൻ കൊടുക്കുക. അതിന് ഇൻപുട്ടും ഔട്ട്പുട്ട് എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ പല പ്രോഗ്രാമേഴ്സിനും അവരുടെ ഏരിയ മാത്രം ചെയ്യാൻ പറ്റും. എന്നിട്ടും എന്ത് ചെയ്യാം, അതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വലിയ സോഫ്റ്റ്വെയർ ആക്കി മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഒരു മോഡുലാർ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സിയിലുള്ള എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മൾ തിയറി നോക്കുമ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ് ഈ രൂപത്തിലാണ് വരിക. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേര്, അതിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിക്ലറേഷൻ നോക്കിയാൽ ഇതാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, ഇൻറ്റ് എന്നുള്ളത്. ഓക്കെ, പേരാണ് സം എന്നുള്ളത്. അതിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇൻറ്റ്. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻറ്റ് എക്സ് കോമ ഇങ്ങനെ എഴുതാം, XY എന്ന് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻറ്റ് എന്ന് കൊടുക്കുക. രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിക്ലറേഷൻ, അതിൻ്റെ സിൻടാക്സ്. ഓക്കെ, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേര്, പാരാമീറ്റേഴ്സ് ലിസ്റ്റ്. ഈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് നമ്മൾ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിലും വേണ്ട ഇങ്ങനെയൊക്കെയാണ്. ആദ്യം അത് ഹെഡറും ബോഡിയും. ഹെഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ. ഓക്കെ, ഫംഗ്ഷൻ്റെ ഹെഡർ 12th ലൈനിലുള്ളത്. പിന്നെ ബോഡി, അതിൻ്റെ അകത്ത് എന്താ കാര്യങ്ങൾ വരും അതെല്ലാം. അപ്പോൾ അതിൽ വരിക റിട്ടേൺ ടൈപ്പാണ് വരിക. ഫംഗ്ഷൻ്റെ പേര്, ആർഗ്യുമെൻറ്റ്സ്. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് റിട്ടേൺ ടൈപ്പ്. പിന്നെ ഫംഗ്ഷൻ്റെ പേര് സം എന്നുള്ളത്, ആർഗ്യുമെൻറ്റ്സ് ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ, രണ്ട് പാരാമീറ്റേഴ്സ്. ഓക്കെ, അതാണ് ആർഗ്യുമെൻറ്റ്സ്. പിന്നെ ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒറ്റ ലൈനിലാണ് ആഡ് ചെയ്യാൻ റിട്ടേൺ ചെയ്യാനുള്ളത് എഴുതിയിട്ട്, അതാണ് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെ എഴുതാം, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേര്, ആർഗ്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ്, ബോഡി ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാവും. ഓക്കെ, റിട്ടേൺ ടൈപ്പ്
എന്ന് പറഞ്ഞാൽ ഇത് ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞാൽ സം, ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റാണ് ഇവിടെ ഇൻഡെക്സ് ഇൻറ്റു വൈ എന്നുള്ളത് ഇവിടെ ഉള്ളത്. അതുപോലെ ബോഡി ഓഫ് ദി ഫംഗ്ഷൻ, ഈ ഓപ്പണിംഗ് മുതൽ ക്ലോസിംഗ് വരെയുള്ളതാണ് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ കോളിംഗ്. ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വെച്ചിട്ടും ഫംഗ്ഷന് കോൾ ചെയ്യാം അല്ലേ. നമ്മളിവിടെ ഫംഗ്ഷൻ കോളിംഗ് സം ഓഫ് പി കോമ ക്യൂ എന്ന് നമ്മളിവിടെ കോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിലുള്ളത്. ഓക്കെ, ഫംഗ്ഷൻ കോൾ എക്സാമ്പിളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അത് നിങ്ങളെ നോട്ടിലൂടെ ജസ്റ്റ് പോവാം. ഓക്കെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതിൻ്റെ റിട്ടേൺ കാര്യങ്ങളൊക്കെ നോട്ടിലുണ്ട്, കൂടുതൽ നോക്കാം. ഇനി നമുക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് രീതിയിൽ ആ പാരാമീറ്റർ നമ്മൾ വിളിക്കാം. ഫോർമൽ പാരാമീറ്റർ ആൻഡ് ആക്ച്വൽ പാരാമീറ്റർ. ഓക്കെ, അതിൻ്റെ കാര്യത്തിലുള്ളൂ നമ്മൾ ഡെഫിനിഷൻ്റെ അകത്ത് എഴുതുന്ന പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ പറയാം ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നാണ്. ഓക്കെ, ഇത് ഫോർമൽ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമല്ലോ. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാണ് സമ്മ്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ പാരാമീറ്റേഴ്സ്, ആക്ച്വൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സിന് നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് 4 ഉം 5 ആക്ച്വൽ പാരാമീറ്റേഴ്സാണ്. ഓക്കെ, ഇവിടെ ഉള്ളത് ഫോർമൽ പാരാമീറ്റേഴ്സാണ്. ഓക്കെ, അതായത് ഫോർമൽ നമ്മൾ കൊടുത്തതാണ് എക്സ് വൈ. ഇവിടേക്ക് വാല്യൂ പാസ് ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നിന്ന് വാല്യൂ കൂടെ എത്തുള്ളൂ. അതായത് ആക്ച്വൽ പാരാമീറ്റർ ഫോർമൽ പാരാമീറ്ററിലേക്ക് കോപ്പി ഡൗൺ ചെയ്യാണ് ചെയ്യുക നോർമലി. ഓക്കെ, കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഇവിടെ നിങ്ങളുടെ കോപ്പിയാണ് ചെയ്യാം. ഇവിടെ എക്സാമ്പിളിൽ കാണിക്കുന്നത് പാസ് ബൈ വാല്യൂ എന്നുള്ള മെത്തേഡിലാണ്. സ്വാപ്പിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് വൈ എന്നുള്ള വാല്യൂസ് ഇവിടെ അസൈൻ ചെയ്യണം. ഇൻറ്റ് എക്സ് വൈ എൻ്റർ നമ്പേഴ്സ്, എക്സിലേക്കും വൈയിലേക്കും ഓരോ നമ്പേഴ്സ് അസൈൻ ചെയ്തു. ഇനി നമ്മൾ സ്വാപ്പ് എന്നുള്ളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. എക്സിനും വൈനും സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യാം. അപ്പോൾ എക്സും വൈയും ഇങ്ങനെ പോയിട്ട് ഇവിടെ എയിലും ബിയിലും എത്തും അല്ലേ. അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എയിലും ബിയിലുള്ള നമ്പേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. അതായത് ടെമ്പ് എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് എയിലുള്ളത് ടെമ്പിലേക്ക് എടുത്തു വെച്ചു, അതിനുശേഷം എയിലേക്ക് ബിയിലുള്ളത് എടുത്ത് വെച്ചു, പിന്നെ നമ്മളിവിടെ ടെമ്പിൾ എടുത്ത് വെച്ചത് ബിയിലേക്ക് എടുത്ത് വെച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ എയിലും ബിയിലുള്ളത് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യണം. എൻ്റെയും ബിൻ്റെയും വാല്യൂ മെയിനിൽ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് അതിൻ്റെ റിസൾട്ടിൽ കിട്ടുക എക്സിലും വൈയിലുള്ള വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ടാവില്ല, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം എക്സിലും വൈയിലും മുന്നേ എന്താണ് ഉണ്ടായിരുന്നത് അതേ വാല്യൂ ആണ് അതിന് ശേഷവും ഉണ്ടാവുക. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോർമൽ രീതിയിൽ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്തേക്ക് പുതിയ ഇവിടെയുള്ള വാല്യൂസ് കോപ്പി ചെയ്യും. എക്സിലും വൈയിലുള്ളതിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വരില്ല. മാറ്റം വരിക സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ പുതിയതായി ഡിക്ലെയർ ചെയ്ത് എൻ്റെയും ബീൻ്റെ അകത്ത് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് നമ്മൾ കോൾ ബൈ വാല്യൂ എന്നുള്ള ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാസ് ബൈ വാല്യൂ. ഈ കേസിൽ മെയിൻ എന്നുള്ള ഫംഗ്ഷനിൽ എക്സും വൈ നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ എക്സിൽ 10ഉം വൈയിൽ 20 അസൈൻ ചെയ്തു. ഓക്കെ, ഇനി സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്നുള്ള പുതിയ രണ്ട് വേരിയബിൾസ് ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, സ്വാപ്പിൻ്റെ അകത്ത് ക്രിയേറ്റ് ആവും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എക്സിലും വൈയിലുള്ള ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ അതുകൊണ്ട് കോപ്പി ചെയ്യും. എക്സിലുള്ള 10 എയിലേക്ക് കോപ്പി ചെയ്യും, വൈയിലെ 20 ബിയിലേക്ക് കോപ്പി ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ എക്സ്ചേഞ്ചിങ് കാര്യം നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള 10ഉം 20ഉം എയിലും ബിയിലുള്ളത് സ്വാപ്പ് ആവും. ഓക്കെ, പക്ഷേ എക്സിലും വൈയിലും മെയിനിലുള്ള എക്സിലും വൈയിലുള്ള നമ്പേഴ്സ് തമ്മിൽ സ്വാപ്പ് ആവില്ല. കാരണം ഇവിടെ കോൾ ബൈ വാല്യൂ എന്നുള്ള ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്നൊക്കെ പറയുന്നത്. അതായത് എക്സിലും വൈയിലും മാറ്റം ഉണ്ടാവില്ല, എയിലും ബിയിലും മാറ്റം ഉണ്ടാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മെയിനിൻ്റെ അകത്ത് നമ്മൾ ഉള്ള വാല്യൂസ് ഡിക്ലെയർ ചെയ്ത വേരിയബിൾസിനൊന്നും എന്ത് ചെയ്യില്ല, അതിൻ്റെ അകത്തുള്ള വേരിയബിൾസിന് ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യില്ല.
നേരെ മറിച്ച് ഇവിടേക്ക് എന്ത് ചെയ്യും, കോപ്പി ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ എക്സും വൈയും കൊടുത്തിട്ടുണ്ടെങ്കിലും പാസ് ചെയ്ത് എക്സും വൈ ആണെങ്കിലും ഇവിടെ നമ്മൾ കൊടുത്ത പേര് എയും ബി ആണല്ലോ. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ എക്സും വൈ കൊടുത്താൽ തന്നെയും ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ പുതിയ മെമ്മറിയിൽ പുതിയ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും, എക്ക് വേണ്ടിയും ബിക്ക് വേണ്ടിയിട്ടും. അതിൻ്റെ അകത്താണ് ഇവിടെയുള്ള കാര്യങ്ങൾ നടക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എക്സിനും വൈക്കും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇവിടെ പുതിയ വന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ബ്ലോക്കിൽ അല്ലേ, ഇപ്പോൾ ഇവിടെ എ ബി ആണെങ്കിൽ പുതിയ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എയിലും ബിയിലും മാത്രമേ എന്തുള്ളൂ കാര്യങ്ങൾ മാറ്റം വരാം. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും പുതിയ പുതിയ ബ്ലോക്ക് എന്ത് ചെയ്യേണ്ടി വരും, കറസ്പോണ്ടിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ 2 വേരിയബിൾസ് ഉള്ള കുറച്ച് മെമ്മറി മതി. ഇനി ഇവിടെ ഒരു അരയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് വിചാരിക്കും, ഒരു 100 സൈസ് അല്ലെങ്കിൽ 1000 സൈസുള്ള അര നമ്മൾ പാസ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പോൾ 1000 ബ്ലോക്കുകൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഫംഗ്ഷൻ കോളിങ് അവസാനിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിവിടെ ഡിസ്പോസ് ചെയ്യും. പിന്നെ അത് ആവശ്യമില്ലല്ലോ, തിരിച്ച് മെയിനിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഡിസ്പോസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തിയാൽ എക്സിക്യൂഷന് മെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് പോകും അല്ലേ. എന്നിട്ട് ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഉള്ളതെല്ലാം ഡിസ്പോസ് ചെയ്തിട്ടാണ് തിരിച്ചു വരിക നോർമലി. ഓക്കെ, ഇനി സ്റ്റാറ്റിക് വേരിയബിളൊക്കെ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ അവിടെ എന്ത് ചെയ്യില്ല, ഡിസ്പോസിങ് ഉണ്ടാവില്ല. പക്ഷെ നോർമലി ഓട്ടോയിൽ എന്ത് ചെയ്യും, തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള വേരിയബിൾസ് പിന്നെ എല്ലാം റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, കാരണം അതാ പിന്നെ ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒരു എക്സാമ്പിളിലൂടെ പറയുന്നതാണ്, സ്വാപ്പിംഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ഓക്കെ, എക്സിലും വൈയുള്ള സ്വാപ്പിംഗ് ചെയ്യാൻ നമ്മളൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സ്വാപ്പിംഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ സ്വാപ്പ് ആവില്ല എക്സിലും വൈയിലുള്ളത്. കാരണം എന്താ വെച്ചാൽ സ്വാപ്പ് ആവും എയിലും ബിയിലുള്ളതാണ്. ഓക്കെ, അതാണ് അതിൻ്റെ കോൾ ബൈ വാല്യൂ എന്നുള്ളതിലുള്ള ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും അതിൻ്റെ ഡിസഡ്വാൻറ്റേജും. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്, അതായത് പാരാമീറ്റേഴ്സിൻ്റെ ഇൻടേക്കും ഔട്ട്പുട്ടും പ്രകാരം നമുക്ക് വ്യത്യസ്ത രീതിയിൽ അതിനെ പറയാം. ഓക്കെ, അതൊന്നുമില്ല, നമ്മൾ ഇവിടെയുള്ള ഫങ്ഷൻസിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കിയിട്ട് പറയാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല, അതിന് ഇൻപുട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ് എന്നുള്ള ഒരു ഇൻറ്റീജർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ ഇൻപുട്ടായിട്ടൊന്നും എടുക്കുന്നില്ല, തിരിച്ചൊന്നും കൊടുക്കുന്നില്ല, ഇൻപുട്ട് ഔട്ട്പുട്ടും ബ്ലാങ്ക് ആണ്. ഇനി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് റിട്ടേൺ ചെയ്യാം, റിട്ടേൺ ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇവിടെ മാറ്റം വരുത്തണം, ഇവിടെ ഒരു ഇൻറ്റീജർ റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലേ, ഇൻറ്റ് സം. എനിക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോട്ട് വാല്യൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഫ്ലോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ വാല്യൂ, ഫ്ലോട്ട് 40.2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലോട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട് സം എന്നുള്ള ഈ ഫംഗ്ഷൻ. ഓക്കെ, വേണമെങ്കിൽ ഇൻപുട്ട് എടുക്കുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നില്ല, അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, ഇൻപുട്ട് എടുക്കുന്നില്ല, വേണമെങ്കിൽ ഒരു വാല്യൂ ഇൻപുട്ട് എടുക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ 2 വാല്യൂസ് ഇൻറ്റ് എക്സും ഫ്ലോട്ട് വൈ രണ്ടെണ്ണം ഇൻപുട്ട് എടുക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ചെറിയ ക്ലാസിഫിക്കേഷൻ പറയാം. ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നുള്ളത്, ഒരു ആർഗ്യുമെൻറ്റ്സ് എടുക്കുന്നില്ല, തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ വോയിഡ് ഫസ്റ്റ് ലൈനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ അകത്തേക്കൊന്നും പാസ് ചെയ്യുന്നില്ല, ബ്ലാങ്ക് ആണ്, തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യാനാണ് 2 നമ്പേഴ്സ് ഇവിടെ തന്നെ സ്വീകരിച്ചു, യൂസറോട് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അത് തിരിച്ച് ഇവിടുന്ന് ആഡ് ചെയ്തിട്ട് ഇവിടെ തന്നെ സം പ്രിൻ്റ് ചെയ്തു. രണ്ടാമത്തെ ടൈപ്പ് തിരിച്ചു കൊടുക്കുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകത്തേക്കൊന്നും വരുന്നില്ല. വേണ്ട വാല്യൂസിൻ്റെ അകത്ത് തന്നെ യൂസറോട് ചോദിച്ചിട്ട് വാങ്ങിക്കും, ആഡ് ചെയ്തിട്ട് റിട്ടേൺ സം അവിടെ കാണാൻ പറ്റും, അവിടെ ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യും. സെക്കൻഡ് ടൈപ്പ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്, തിരിച്ചൊന്നും കൊടുക്കുന്നില്ല, ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ബട്ട് നോ വാല്യൂസ് റിട്ടേൺ. അപ്പോൾ എയും ബിയും ഇതിൻ്റെ അകത്തേക്ക് എടുത്തു, തിരിച്ച് ഔട്ട്പുട്ടൊന്നും കൊടുക്കുന്നില്ല, വോയിഡാണ്. ഓക്കെ, വാല്യൂസ് ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയാണ്, തിരിച്ചു കൊടുക്കുന്നില്ല. നാലാമത്തെ ടൈപ്പ് പിന്നെ ആർഗ്യുമെൻറ്റ്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതിനെ നമ്മളിവിടെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഇൻറ്റീജറായിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാം, ഫ്ലെക്സിബിളാണ് എന്നർത്ഥം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രൂപത്തിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇവിടെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് വാല്യൂസ് ഇൻപുട്ട് സ്വീകരിച്ചിട്ട് ഇവിടെ അഡീഷന് വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ എഴുതി, ആഡ് ഇൻറ്റ് എ കോമ ബി, 2 വാല്യൂ സ്വീകരിക്കും, ആഡ് ചെയ്യും, തിരിച്ചു കൊടുക്കും. ഈ ഫംഗ്ഷന് ആഡ് എന്നുള്ള കോൾ ചെയ്താൽ ഓക്കെ, ഇവിടെ സം ഈക്വൽ ടു ആഡ് ഓഫ്
മെയിൻ്റെ അകത്ത് നമ്മൾ കോൾ ചെയ്ത് എക്സും വൈ രണ്ട് വാല്യൂസ് ഇവിടുന്ന് പാസ് ചെയ്താൽ രണ്ട് വാല്യൂസ് മുകളിൽ പോകും, രണ്ട് ആഡ് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും. ആ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. പ്രിൻറ്റ് ചെയ്യാൻ പെർസെൻറ്റേജ് കൊടുത്ത് ഇൻറ്റീജർ ആയതുകൊണ്ടാണ് അവിടെ പ്രിൻറ്റ് ചെയ്യും. അതുപോലെ മറ്റ് ഫങ്ഷൻസും ഡിഫറൻസ് ആകുമ്പോൾ രണ്ടും മൈനസ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ എ ഇൻറ്റു ബി കൊടുക്കുക, ഡിവിഷൻ ആകുമ്പോൾ എ ഡിവൈഡ് ബൈ ബി എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ നോർമലി ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് തന്നെ ഡിവിഷൻ നടക്കുമ്പോൾ ഡെസിമൽ വാല്യൂസ് ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, അപ്പം ഡെസിമൽ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ അതിനോട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ എനെ ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഫ്ലോട്ട് ഓഫ് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക. എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇതിനെ ഫ്ലോട്ടായിട്ട് തന്നെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ മോഡുലസ് കാണാണ് എ മോഡ് ബി റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാൻ പറ്റും, സമ്മ്, ഡിഫറൻസ് എക്സെട്ര. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടിയ റിസൾട്ടിനെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് എഫ് വെച്ചിട്ടാണ് പ്രിൻറ്റ് ചെയ്യുക. കാരണം ഡെസിമൽ വാല്യൂ ആണ്, ഫ്ലോട്ടിങ് വാല്യൂ ആണ് തിരിച്ചു വരുന്നത്. ഓക്കെ ഓക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രൈം നമ്പേഴ്സിൻ്റെ പ്രിൻറ്റ് ചെയ്യാനുള്ള സീരീസ് ഓഫ് പ്രൈം നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. നമ്പേഴ്സിന് എല്ലാ ആ നമ്പറിനെ അതിൻ്റെ പകുതി വരെയുള്ള എല്ലാ നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സേ 13 എന്നുള്ള നമ്പർ അത് 1 2 3 4 5 6 എല്ലാ നമ്പറും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 മുതലുള്ള നമ്പറുണ്ടെല്ലാം ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ നമുക്ക് റിമൈൻഡർ 0 കിട്ടില്ല. ഓക്കെ, പക്ഷേ 15 നമ്മൾ എടുത്താൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3 15/3 = 0 നമുക്ക് കിട്ടും, റിമൈൻഡർ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം 15 എന്തല്ല പ്രൈം നമ്പർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓർഡർ വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പം ഫംഗ്ഷൻ്റെ ഒരു സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. മെയിൻ ഫംഗ്ഷനുകളപ്പോൾ എപ്പോഴും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, മെയിനിൽ തന്നെയാണ് എൻഡ് ചെയ്യുക. ഇനി എപ്പോഴൊക്കെ നമുക്ക് പിന്നെ സബ് ഫങ്ഷൻസ് വേണോ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വേണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സമ്മ്, ഡിസ്പ്ലേ, ആഡ് എക്സെട്ര എക്സെട്ര. പിന്നെ നമുക്ക് ആ ഫംഗ്ഷനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കോൾ ചെയ്യാം. കോൾ ചെയ്യണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, ആ ഫംഗ്ഷൻ്റെ ഒരു പേര് നമ്മൾ ജസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ട് സെമിക്കോൾ ടൈം നമുക്ക് കിട്ടും. അപ്പം എക്സിക്യൂഷൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലോ അങ്ങനെ വരാം. ഓക്കെ, മെയിലിൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എവിടെയാണോ ഫംഗ്ഷൻ കോൾ കാണുന്നത് അവിടുന്ന് തൽക്കാലം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഏത് ഫംഗ്ഷനാണോ കോൾ ചെയ്ത് അങ്ങോട്ടേക്ക് പോകും, ആ ഡയറക്ഷനിലേക്ക് പോകും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ ലൈൻസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, തിരിച്ച് ബാക്കിലേക്ക് തന്നെ വരും. ഓക്കെ, എന്നിട്ട് വീണ്ടും അത് ആ ലൈനിൻ്റെ താഴെ ഏതൊക്കെയുണ്ടോ അതിലൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെ ആരൊക്കെ കോൾ ചെയ്ത് ഇപ്പോൾ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ വീണ്ടും കോൾ ചെയ്താൽ ഡിസ്പ്ലേയിലേക്ക് പോകും, ഡിസ്പ്ലേയിലെല്ലാം എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ച് മെയിലേക്ക് വരും. ഓക്കെ, ആഡ് എന്നുള്ള വീണ്ടും കോൾ ചെയ്താൽ ആഡിലേക്ക് പോവും, ആഡിലേക്ക് പോയാൽ നമ്മളിങ്ങനെ കുറച്ച് പോലെ ഡിസ്പ്ലേ എന്നുണ്ടായാലും വീണ്ടും ഇവിടുന്ന് ഡിസ്പ്ലേയിലേക്ക് പോകും, ഡിസ്പ്ലേയിൽ കറങ്ങും, എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, ഡിസ്പ്ലേൻ്റെ താഴെ വേറെ എന്തൊക്കെ ഉണ്ടായാലെല്ലാം പോകും, എന്നിട്ട് ആഡിൽ നിന്ന് തിരിച്ച് മെയിനിലേക്ക് തന്നെ പോകും. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും തുടങ്ങുക അവസാനിക്കും മെയിനിലായിരിക്കും, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് തിരിച്ച് വരികയാണ് ചെയ്യുക. ഓക്കെ, അടുത്തത് റിക്കേഷൻ എന്നുള്ളതാണ്, റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഓക്കെ, a function that calls itself is known as a recursive function. Okay, it's called as, the technique is called as recursion. Okay, ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻ എത്തുന്നത് വരെ ഒരേ ഫംഗ്ഷൻ വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റിക്കേഷൻ എന്ന് പറയാം. നോർമലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പിന്നെ ടോപ്പിക്കാണിത്. ഓക്കെ, അത് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിലെടുക്കണം, ആ ഒരു രസത്തിലെടുക്കണം, അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ലൂപ്പിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മളത് തിയറി എന്നുള്ള രൂപത്തിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഒരേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെയുള്ള എക്സാമ്പിൾ കാണുന്നത് ഫാക്ടോറിയൽ കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 3 ഇൻറ്റു അല്ല, അപ്പോൾ നമ്മളൊരു 4ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ വരും, 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ വരുന്നത് എന്താണ്, ഒരു 4 എന്നുള്ള വാല്യൂ, ഇപ്പോൾ നമ്മൾ n എന്നുള്ള വാല്യൂ എടുക്കുക അല്ലേ. അപ്പോൾ n ഇൻറ്റു പിന്നെന്താ n-1 അല്ലേ, വീണ്ടും
n-1 അതായത് ഇവിടെയുള്ള n-1 വീണ്ടും n-1 അപ്പോൾ n-2 അല്ലേ അപ്പോൾ എക്സെട്ര അപ് ടു ഏത് വരെ പോകണം 1 വരെ പോകണം അല്ല അപ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു n-2 എക്സെട്ര വരണം അപ്പോൾ അതാണ് ഫാക്ടോറിയൽ കാണുക അപ്പോൾ നോർമലി നമ്മൾ റിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഫാക്ടോറിയലിൻ്റെ ഒരു പിന്നെ രൂപമാണ് കാണുന്നത് ഓക്കെ അപ്പം ഇവിടുന്ന് മെയിൻ ഫംഗ്ഷൻ എൻ്റർ നമ്പർ എന്ന് പറഞ്ഞു ഒരു നമ്പർ സ്വീകരിച്ചു അതാണ് n എന്നുള്ളത് ഓക്കെ അപ്പോൾ n എന്നുള്ളത് നിങ്ങൾ 4 എന്ന് എടുത്തു അപ്പോൾ ഫാക്ടോറിയൽ ഈക്വൽ ടു ഇവിടെ പ്രിൻ്റ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഫാക്ട് ഓഫ് n ആണ് അപ്പോൾ ഫാക്ട് ഓഫ് 4 എന്ന് കോൾ ചെയ്യാണ് ഓക്കെ അപ്പോൾ ഫാക്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഈ 4 എന്നുള്ള ഇങ്ങോട്ട് പാസ് ചെയ്യും അല്ലേ നമുക്കറിയാം ഫംഗ്ഷൻ ഇവിടെ ഉണ്ട് ഇതിലേക്ക് പാസ് ചെയ്യും അപ്പോൾ ഇവിടെ ഫാക്ട് ഓഫ് 4 എന്ന് വരും ഫാക്ട് ഓഫ് 4 എന്നുള്ള വന്നു ഓക്കെ ഫാക്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഈ 4ന്ന് നമ്മളെന്താ ചെയ്യുക എന്നിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ അല്ലേ ഈ പറഞ്ഞ കാര്യം ചെയ്യണം ഏത് ലൈൻ ചെയ്യണം ഈ ലൈന് ചെയ്യണം റിട്ടേൺ n ഇൻറ്റു ഫാക്ട് ഓഫ് n-1 ഇനി എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട ഓക്കെ റിട്ടേൺ 1 ആണ് അവിടെ റിട്ടേൺ ചെയ്യാനുള്ളത് ഇവിടെ ഈ വീണ്ടും ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ സംഭവിക്കുക വെച്ചാൽ ഇപ്പോൾ 4 എന്ന് വന്നു കഴിഞ്ഞാൽ 4 ഇവിടെ എത്തിയില്ലേ 4 ഇങ്ങനെ വന്നാൽ n ഈക്വൽ ടു 0 ആണോ നോക്കിയാൽ അല്ല അപ്പോൾ താഴേക്ക് വരും അപ്പോൾ എന്താ ഇവിടെ റിട്ടേൺ ചെയ്യാൻ പറയുന്നത് n ഇൻറ്റു അതായത് 4 ഇൻറ്റു ഫാക്ട് ഓഫ് n-1 അവിടെ വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ഫാക്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക പക്ഷെ അവർക്ക് പാസ് ചെയ്യുന്ന വാല്യൂ 4 അല്ല 4-1 ആണ് 3 ആണ് അപ്പോൾ എന്താ ചെയ്യുന്നത് 3 ഇൻറ്റു 4 ഇൻറ്റു ഫാക്ട് ഓഫ് 3 ഓക്കെ അപ്പോൾ വീണ്ടും ഇതേ ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടാണ് പക്ഷെ അതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുന്ന വാല്യൂ 3 ആയിരിക്കും രണ്ടാമത്തെ സ്റ്റെപ്പിൽ അപ്പോൾ വീണ്ടും ആ 3 എന്ന് ഇവിടെ നിങ്ങൾ പാസ് ചെയ്താൽ അവിടെ എന്താ വരിക 3 ഇൻറ്റു ഫാക്ട് ഓഫ് 3-1 ഫാക്ട് ഓഫ് 2 അപ്പം പിന്നെ വന്നാൽ എന്ത് ചെയ്യും ഫാക്ട് ഓഫ് 2 വരും ഫാക്ട് ഓഫ് 1 വരും ഓക്കെ അപ്പം നോർമലി നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും 4 ആണെങ്കിൽ 4 ഇൻറ്റു ഫാക്ട് ഓഫ് 4 എന്നാണ് ആദ്യം വരിക അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ പറഞ്ഞാൽ ഫാക്ട് ഓഫ് 4 ആണ് ആദ്യം കാൾ ചെയ്യപ്പെടുക അല്ലേ എന്നിട്ട് റിട്ടേണിൽ നമ്മൾ എന്ത് ചെയ്യുക ഫാക്ട് ഓഫ് n-1 അല്ലേ 3 ഇൻറ്റു ഫാക്ട് ഓഫ് അങ്ങനെ പോകും 2 അല്ലേ ഇൻറ്റു ഫാക്ട് ഓഫ് 1 അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 0 ആകുന്നവരെ എന്ത് ചെയ്യും ഇത് ഈ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും ഫാക്ട് ഓഫ് എന്നുള്ള ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ വീണ്ടും കോൾ ചെയ്യും അപ്പോൾ ഒരു ഫംഗ്ഷന് അത് മുഴുവനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പകരം എന്ത് ചെയ്യും തൽക്കാലം അതവിടെ സ്റ്റോപ്പ് ചെയ്യും ഇപ്പോൾ ഫാക്ട് ഓഫ് 4 ഈ ഒരു ലൈനിലെത്തുമ്പോൾ അത് അവിടെ തൽക്കാലം നിർത്തി വെക്കും എന്നിട്ട് എന്ത് ചെയ്യും അടുത്ത ഫംഗ്ഷനെ കോൾ ചെയ്യും ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യും ഫാക്ട് ഓഫ് 3 കോൾ ചെയ്യും അല്ലേ പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫാക്ട് ഓഫ് 2 കോൾ ചെയ്യും 1 കോൾ ചെയ്യും ഇനി 1ൻ്റെ അകത്ത് ഇനി ഇവിടെ നമ്മൾ പോകണം ഫാക്ട് ഓഫ് ഇനി 0 ആണ് വരാനുള്ളത് അല്ലേ ഇൻറ്റു ഫാക്ട് ഓഫ് 0 ആണ് അല്ല 0 എന്ന് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് റിട്ടേൺ 1 ആണ് 1 റിട്ടേൺ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഈ ഫാക്ട് ഓഫ് 0 എന്നുള്ളത് എന്തായിട്ട് മാറും 1 ആയിട്ട് മാറും അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഫാക്ട് ഓഫ് 0 എന്നുള്ളത് 1 ആയിട്ട് മാറും ഓക്കെ ഇനി ഇവിടെ ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചിങ്ങനെ വരും ഫാക്ട് ഓഫ് 1 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു അല്ലേ ഇവിടെ 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു ഇതിന് റീപ്ലേസ് ചെയ്ത് 1 ആവും ഓക്കെ അടുത്ത ലൈനിൽ വരുമ്പോൾ ഫാക്ട് ഓഫ് 2 ആണ് അല്ലേ അപ്പോൾ അവിടെ എന്താണ് വരിക 2 ആണ് വരിക 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 2 ഓക്കെ 2 ഇനി അടുത്തത് 2 ഇൻറ്റു ഫാക്ട് ഓഫ് 3 ആണ് അപ്പോൾ അങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നുള്ള എന്ത് ചെയ്യും ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും റിട്ടേൺ ചെയ്ത് വരുമ്പോൾ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നുള്ള ടോട്ടൽ വാല്യൂ എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും അപ്പോൾ ആ വാല്യൂ ആണ് അവിടെ പ്രിൻറ്റ് ചെയ്യുക നമ്മൾ ഏത് നമ്പർ കൊടുത്താലും എന്ത് ചെയ്യും ഒരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു വൈൽ ലൂപ്പോ ഫോർ ലൂപ്പോ അല്ല പക്ഷേ വൈൽ ലൂപ്പിൻ്റെ ഫോർ ലൂപ്പിൻ്റെ ഒക്കെ പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ റിക്കേഷൻ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത എക്സാമ്പിൾസൊക്കെ നമുക്ക് ഗൂഗിൾ പോയാൽ കാണാൻ പറ്റും ഓക്കെ ഫാക്ടോറിയൽ ഓഫ് 4 കാണാൻ പറ്റും റിട്ടേൺ 5 ഓക്കെ 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 അപ്പോൾ അവിടെ 4ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞത് അപ്പോൾ തിരിച്ചിങ്ങോട്ട് താഴേക്ക് പോകും 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 അല്ല n-1 ആണല്ലോ അങ്ങനെയല്ല നമ്മൾ കോഡ് ഇവിടെ അല്ല n ഇൻറ്റു ഫാക്ട് ഓഫ് n-1 ഇതാണ് ഇവിടെയാണ് ഇത് വരുന്നത് കറക്റ്റ് അതിൻ്റെ ആ ഒരു സംഭവം വരുന്നത് n ഇൻറ്റു ഫാക്ട് ഓഫ് n-1 ഓക്കെ അപ്പം ഫാക്ടോറിയൽ ഓഫ് 3 എന്നാൽ അതിൻ്റെ അകത്ത് വരിക റിട്ടേൺ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n-1 അതായത് 3 - 1 2 1 0
ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ലൈനിൽ 1 വരും, പിന്നെ 2, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 അല്ലേ, 24 120. അപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലാസ്റ്റ് 120 എന്ന് വരും. 5 × 4 × 3 × 2 × 1 = 120 എന്നുള്ള വരും. ആണ് റിക്കർഷൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞതാണ്. അതായത് അതിന് ഡിസഡ്വാൻറ്റേജുകളുണ്ട് അകത്ത് വർക്ക് ചെയ്യുമ്പോൾ. കാരണം വീണ്ടും ഇവിടെ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്യണം. സെയിം ഫംഗ്ഷനെ ആണെങ്കിലും പുതിയ വാല്യൂ വെച്ചിട്ടാണ് വരിക. അപ്പോൾ അവിടെ 3 കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 3 തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്യണം, 2 കോൾ ചെയ്യണം. അപ്പോൾ അവിടെ സ്റ്റാക്കിൻ്റെ അകത്ത് നമ്മളവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം തൽക്കാലം. പിന്നെ അടുത്ത ഫംഗ്ഷനിലേക്ക് പോകും. അവിടെ റൺ ചെയ്യുമ്പോൾ അത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് അടുത്തേക്കാണ്. അങ്ങനെ ഏറ്റവും അവസാനത്തിലേക്ക് പോകുന്നിട്ട് അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കണം. പിന്നെ വീണ്ടും ആ സ്റ്റോപ്പ് ഒന്ന് എന്ത് ചെയ്യണം? തിരിച്ച് പഴയ ഫംഗ്ഷൻ ഇങ്ങനെ എന്താ പറയുക എടുത്ത് വെച്ചത് വീണ്ടും ബാക്കപ്പ് ചെയ്ത് തിരിച്ചെടുത്ത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അതിൻ്റെ മുന്നേ എടുത്ത് വെച്ച് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വരണം. ഇതിലെന്താ വെച്ചാൽ നമ്പർ ഓഫ് ലൈൻസ് എന്തായിരിക്കും? കുറവായിരിക്കും കോഡിൻ്റെ. പക്ഷേ അതിൻ്റെ അകത്തുള്ള വർക്കിങ്ങിന് കുറച്ച് കോംപ്ലക്സിറ്റി കൂടും. കമ്പ്യൂട്ടറാണെങ്കിലും ഓരോ തവണ അത് സ്വിച്ച് ചെയ്യുക. അതായത് ഫംഗ്ഷൻ്റെ അകത്ത് വേറെ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കുറച്ചൊരു ഹെവി ലോഡ് ഉണ്ട്. അതായത് കറൻ്റ് വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ തൽക്കാലം എന്ത് ചെയ്യണം? എടുത്തു വെക്കണം, എന്നിട്ട് അടുത്ത ഫംഗ്ഷന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രോസസ്സറിൻ്റെ അകത്തൊക്കെ. അത് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ മെമ്മറി മുകളിൽ വെച്ച പോലെ മെമ്മറിയൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോഡ് കൂടുതലാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജാണ് ശരിക്കും റിക്കേഷൻ്റെ. ഓക്കെ, ലൈന് കോഡ് കുറവാണെങ്കിലും കോംപ്ലക്സിറ്റി കൂടുതലാണ്. ഓക്കെ, ബട്ട് നമുക്കത് പഠിക്കാൻ പല സമയത്ത് നമുക്കത് അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി നമ്മളൊരു സിമ്പിൾ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ റിക്കേഷന് പറയണം. ഇപ്പോൾ റിക്കേഷൻ എന്നുള്ള ഫംഗ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. REC ജസ്റ്റ് ഒരു ഫംഗ്ഷൻ, സിമ്പിൾ ഫംഗ്ഷൻ REC എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ REC എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ അകത്ത് വീണ്ടും അതേ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യണം. എത്ര പ്രാവശ്യം നമ്മൾ ലിമിറ്റൊന്നും പറഞ്ഞിട്ടില്ല. ലിമിറ്റ് പറയാവുന്ന പ്രശ്നമാണ്, കാരണം സ്റ്റോപ്പ് ആവില്ല. എന്നിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം, മെയിൻ്റെ അകത്ത് നിന്ന് ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, സ്റ്റോപ്പ് ആവുന്നില്ല. കണ്ടോ, റൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഒരു മെസ്സേജ് കൊടുത്തെന്ന് വിചാരിക്കാം. ഈ ഫംഗ്ഷൻ്റെ അകത്ത് കയറില്ല, ആദ്യം printf. ഓക്കെ, നമ്മളൊരു 2 ഡാഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയുള്ള വേറെ ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് റിക്കേഷൻ വീണ്ടും കോൾ ചെയ്യും. ഇങ്ങനെയാണ് വരുന്നത്. വീണ്ടും റിക്കേഷൻ കോൾ ചെയ്യും, വീണ്ടും റിക്കേഷൻ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നോൺ സ്റ്റോപ്പ് ഇറക്കൊണ്ടേയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ക്രാഷ് ആവേണ്ടതാണ് പ്രോഗ്രാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, സ്റ്റോപ്പ് ആവുന്നില്ല. കാരണം സ്റ്റോപ്പ് ആവുന്നൊരു പോയിൻ്റ് നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മളിവിടെ വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ഒരു സ്റ്റോപ്പ് ആവുള്ള കണ്ടീഷൻ കൊടുക്കാം. നമ്മളിതിൻ്റെ അകത്തേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യണം, n. ഓക്കെ, ഇൻറ്റ് n. ഓക്കെ, ഈക്വൽ ടു 10. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ആ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറയണം. printf %d, n. ഓക്കെ, അപ്പോൾ എന്നിനെ പാസ് ചെയ്ത് എന്നോടെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്നോടെ പ്രിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വിചാരിക്കുക. n = n+1. ഓക്കെ, എൻ്റെ പ്രിയദേശൻ n = n+1 എന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് റിക്കേഷൻ കോൾ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. printf ഓക്കെ സിനെക്സ് അതുകൊണ്ട് printf കൊടുക്കേണ്ട ആവശ്യമില്ല. printf %d, n. ഓക്കെ, ഇവിടുന്ന് പാസ് ചെയ്ത വാല്യൂ നമ്മളിവിടെ ഇൻടേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, n. ഇവിടുന്ന് വീണ്ടും നമ്മൾ n പാസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടുന്ന് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ് റിക്കേഷൻ എന്നുള്ളത്. അതിൻ്റെ അകത്തേക്ക് n എന്നുള്ള വാല്യൂ പാസ് ചെയ്തു. ഇതിൻ്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ n നമ്മൾ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, n പ്രിൻ്റ് ചെയ്തതിന് ശേഷം n-ൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. വീണ്ടും അതേ ഫംഗ്ഷനെ കോൾ ചെയ്യും. പക്ഷെ n-ൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മളവിടെ സ്റ്റോപ്പ് ഓവർ പറഞ്ഞിട്ടില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നോക്കാം, സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾ സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് പറയണം അല്ലേ? എന്താ നമ്മൾ സ്റ്റോപ്പ് പറയണത്? ഇഫ് n ലെസ് ദാൻ അല്ലെങ്കിൽ ഇഫ് n ഈക്വൽ ടു 1000 എത്തി എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം.
നമ്മളിവിടെ കൊടുക്കണം ഇഫ് n equal to 1000 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം റിട്ടേൺ ഓക്കെ n 1000 എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യണം പിന്നെ അവിടുന്ന് പോകേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും റിക്കേഷനിലേക്ക് കോൾ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ റൺ ചെയ്താൽ കാണാൻ പറ്റും ഓക്കെ 9999 1000 ആയിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യൂല അത് മുന്നോട്ട് പോവില്ല അതവിടെ സ്റ്റോപ്പ് ചെയ്യും റിക്കേഷൻ വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് ഫാക്ടോറിയൽ ഓക്കെ അതിൻ്റെ പ്രോഗ്രാമുള്ളത് അപ്പം ഇവിടെ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു ഫാക്ട് ഓഫ് 5 എന്നുള്ള നമ്പർ നമ്മൾ ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ 5 എന്നുള്ള നമ്പർ നമ്മൾ ഇവിടേക്ക് പാസ് ചെയ്യണം ഫാക്ട് ഓഫ് ഇന്ത്യൻ എന്നുള്ള നമ്മളെ ഫംഗ്ഷന് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ 5 പാസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ 5 എന്നിലെത്തും എന്നിൻ്റെ വാല്യൂ 5 ആണ് ഓക്കെ പിന്നെ നോക്കാം ഇഫ് n ഈക്വൽ ടു 0 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ താഴെയുള്ള ലൈനാണ് വർക്ക് ചെയ്യുക അഞ്ചാമത്തെ ലൈനാണ് വർക്ക് ചെയ്യുക നമ്മളിവിടെ ഇനീഷ്യലി പാസ് ചെയ്യുന്നത് 5 ആണ് എന്നിൻ്റെ വാല്യൂ 5 അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ റിട്ടേൺ ചെയ്യാൻ പറയാം എന്താ റിട്ടേൺ ചെയ്യുന്നത് 5 ഇൻറ്റു ഫാക്ട് ഓഫ് 5 മൈനസ് 1 അതായത് 5 ഇൻറ്റു ഫാക്ട് ഓഫ് 4 അപ്പോൾ അതവിടെ റിട്ടേൺ ചെയ്യൂല മറിച്ച് അടുത്ത ഫംഗ്ഷൻ കോൾ ആണ് ചെയ്യുക ഫാക്ട് ഓഫ് 4 കോൾ ചെയ്യും ഓക്കെ ഫാക്ട് ഓഫ് 4 കോൾ ചെയ്താൽ വീണ്ടും ഈ ഫംഗ്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതേപോലുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്യും ഓക്കെ അതിൻ്റെ അകത്തേക്ക് 4 പാസ് ചെയ്യും അപ്പോൾ ഫാക്ട് ഓഫ് 4 വരും ഫാക്ട് ഓഫ് 4 വന്നാൽ അവിടെ എന്ത് ചെയ്യും 4 ഇൻറ്റു ഫാക്ട് ഓഫ് 3 കോൾ ചെയ്യും ഓക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും ഫാക്ട് ഓഫ് 3 വന്നു കഴിഞ്ഞാൽ ഫാക്ട് ഓഫ് 2 കോൾ ചെയ്യും ഫാക്ട് ഓഫ് 1 കോൾ ചെയ്യും ലാസ്റ്റ് ഫാക്ട് ഓഫ് 0യിലേക്ക് എത്തും 0 എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മുന്നോട്ട് പോകേണ്ടതില്ല കാരണം 1 ആണ് അവിടെ റിട്ടേൺ ചെയ്യുക അപ്പോൾ തിരിച്ചു വരും അവിടെ ബാക്കിലേക്ക് തിരിച്ചു വരും അപ്പം n ഇൻറ്റു ബാക്കിലേക്ക് ഇങ്ങനെ വരും അപ്പം 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യും എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ലാസ്റ്റ് ഏറ്റവും ആദ്യം വിളിച്ച ആളിലേക്ക് തന്നെ തിരിച്ചു വരും അവിടെ എത്തുമ്പോഴേക്ക് വാല്യൂ 120 ആയിട്ടുണ്ടാവും ഓക്കെ അപ്പം ഫാക്ടോറിയൽ ഈസ് 120 ഓക്കെ ഇവിടെ നമ്മൾ വാല്യൂ സം അതർ വാല്യൂ കൊടുക്കണം 10 കൊടുക്കാം result is this much okay or say like 4 കൊടുത്തു result is 24 നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഫാക്ടോറിയൽ കാണും ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ യൂസറെ കയ്യിൽ നിന്ന് വാല്യൂ വാങ്ങിക്കാം int x printf enter വാല്യൂ ഇവിടെ സ്വീകരിക്കാം scanf percentage d comma address of x okay ഇനി എന്ത് ചെയ്യാം 4ന്റെ പകരം x പാസ് ചെയ്യാം ഓക്കെ /n enter value 6 factorial is 720 okay ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നെക്സ്റ്റ് നമ്മൾ ഫിബനോക്കി നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യുന്നത് ഫിബനോക്കി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് 2 ടേംസിന്റെ സം ആയിരിക്കും നെക്സ്റ്റ് ടേം ഓക്കെ നമ്മളിവിടെ ഇങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രാം എക്സിക്യൂഷൻ വരിക നമ്മൾ ലിമിറ്റ് കൊടുക്കണം 10 ഫിബനോക്കി നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരാം അപ്പം ആദ്യത്തേത് 0 ആണ് വരാം രണ്ടാമത്തേത് 1 വരാം മൂന്നാമത്തേത് പറഞ്ഞാൽ 0 + 1 എന്നുള്ളതാണ് അടുത്തൊരു 1 അടുത്തത് 1 + 1 2 അടുത്തത് 2 + 1 3 അപ്പോൾ ഏത് ടേം എടുത്താലും അതിൻ്റെ തൊട്ട് മുന്നുള്ള 2 നമ്പേഴ്സിൻ്റെ സം ആയിരിക്കും അതിൻ്റെ വാല്യൂ അതാണ് ഫിബനോക്കി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വലിയൊരു നമ്പർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 50 നമുക്കത് ജനറേറ്റ് ചെയ്യുന്ന കാണാം ഓക്കെ ഏത് നമ്പർ എടുത്താലും തൊട്ട് മുന്നുള്ള 2 ടേംസിന്റെ സം ആയിരിക്കും ആ നമ്പർ ഓക്കെ അപ്പോൾ ഇത് എങ്ങനെ റിക്കേഷൻ വെച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പ്രോഗ്രാമിൽ പറയുന്നത്
അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, 0 1. അപ്പോൾ 0 1 എന്നുള്ള ആൾറെഡി സപ്ലൈ ചെയ്യും. ഓക്കെ, നമ്മളോട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ലൂപ്പ് കൊടുക്കണം. ഓക്കെ, മെയിൻ്റെ അകത്തൊരു ലൂപ്പ് കൊടുക്കണം. ആ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ 1 മുതൽ n വരെ. അപ്പോൾ നമ്മൾ 50 കൊടുത്താൽ അതിൻ്റെ വാല്യൂ 1 മുതൽ 50 വരെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, 10 കൊടുത്താൽ 10 വരെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ഓരോ തവണ അതിൻ്റെ വാല്യൂ മാറുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, fib ഓഫ് I ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യും. ആ ഫംഗ്ഷൻ്റെ അകത്തേക്ക് ആ വാല്യൂ പാസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1 പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാല്യൂ നമുക്കറിയാം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് വാല്യൂ എപ്പോഴും നമ്മൾ ഒരു നമ്പർ കൊടുത്ത് വിചാരിക്കാം, ഫസ്റ്റ് വാല്യൂ 0 ആയിരിക്കും. ബൈ ഡിഫോൾട്ട് അങ്ങനെ വരിക, 0 ആണ് വരിക. ഇനി നമ്മൾ 2 നമ്പർ കൊടുത്താലും രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും, 1 ആയിരിക്കും. 2 നമ്പർ കൊടുത്താൽ രണ്ടാമത്തെ നമ്പർ 1 ആയിരിക്കും. ഫസ്റ്റ് 0, രണ്ടാമത്തത് 1. ഇനി അവിടെ അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് രണ്ടെണ്ണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ ഇവിടെ പാസ് ചെയ്താൽ ഇപ്പോൾ ഫിബ് ഓഫ് 1 ആണ് പാസ് ചെയ്ത് വിചാരിക്കാം. അതായത് ഇവിടെ ഫസ്റ്റ് 1 എന്നുള്ളതാണ് വരിക. ഓക്കെ, 1 പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഓക്കെ, നമ്മളിവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ കിട്ടും. അതിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പം നമ്മളിവിടെ റൺ ചെയ്താൽ ഇപ്പം നമ്മൾ 1 പാസ് ചെയ്തു, ഇപ്പോൾ 1 മാത്രമേ പോയുള്ളൂ. അപ്പോൾ അവിടെ 0 എന്ന് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇനി അതല്ല എന്നിൻ്റെ വാല്യൂ 2 ആണ് വിചാരിക്കാം. അപ്പം നമ്മളിവിടെ എന്നിൻ്റെ വാല്യൂ 2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഫിബ് ഓഫ് 1 കോൾ ചെയ്യും, പിന്നെ ഫിബ് ഓഫ് 2 എന്ന് കോൾ ചെയ്യും, ലൂപ്പ് രണ്ടാമത് കറങ്ങുമ്പോൾ. ഓക്കെ, ഇവിടെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആദ്യം 0 അല്ലെ. അപ്പം എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 0 എന്ന് തിരിച്ചു തരും, എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 1 തിരിച്ചു തരും. ഇനി ഇത് രണ്ടും അല്ല, എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കാം. അപ്പം എന്ത് സംഭവിക്കും, എന്നിൻ്റെ വാല്യൂ നമ്മൾ 3 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 3 എന്ന് കൊടുത്താൽ എന്ത് ചെയ്യണം, 0 1 വരും. അത് നോർമലി വരുമല്ലോ. നമ്മളിവിടെ ഫോർ ലൂപ്പ് കറങ്ങുന്ന സമയത്ത് ആദ്യം ഫിബ് ഓഫ് 1 വരുമ്പോൾ ഫിബ് ഓഫ് 1 റിട്ടേൺ ചെയ്ത് 0 ആണ്. അപ്പോൾ 0 എന്ന് വരും. ആ 0 നമ്മളിവിടെ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യും. ഇനി അടുത്തത് അതിൻ്റെ വാല്യൂ 2 ആവുമ്പോൾ ഫിബ് ഓഫ് 2 എന്ന് കോൾ ചെയ്യും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ 1 പ്രിന്റ് ചെയ്യും. ഇനി അടുത്തത് ഇത് രണ്ടും അല്ല, എന്നിൻ്റെ വാല്യൂ 1 അല്ല 2 അല്ല 3 ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ വാല്യൂ 1 എന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 2 ആയി, പിന്നെ 3 ആയി. ഓക്കെ, ഫോർ ലൂപ്പ് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മുന്നിലുള്ള വീഡിയോസ് കാണാം. ഓക്കെ ഓക്കെ അങ്ങനെ എന്നിൻ്റെ വാല്യൂ 3 ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാം, എന്നിൻ്റെ വാല്യൂ 3 ആയി. അപ്പം ഈ ഒരു ഇതിലേക്കാണ് വരിക അല്ലേ. അപ്പം എന്താ സംഭവം, ഫിബ് ഓഫ് n-2ഉം n-1ഉം കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ഫിബ് ഓഫ് n-2 എന്ന് പറഞ്ഞാൽ നോർമൽ എന്താണ്, ഇപ്പം നമ്മൾ കൊടുത്തത് എന്നിൻ്റെ വാല്യൂ 3 ആണല്ലേ. 3 എന്ന് പറഞ്ഞാൽ ഇപ്പം ഫിബ് ഓഫ് n-2 എന്ന് പറഞ്ഞാൽ ഫിബ് ഓഫ് 3-2 എന്ന് പറഞ്ഞാൽ എന്താ, ഫിബ് ഓഫ് 1 ആണ് വരിക. അപ്പം 1, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ 1 ആവും. ഫിബ് ഓഫ് m-1 എന്ന് പറഞ്ഞാലോ, അതായത് ഇവിടെ 3-1 ഈക്വൽ ടു 2 ആവും, ഫിബ് ഓഫ് 2. ഓക്കെ, അപ്പോൾ ഫിബ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ ചെയ്ത് എന്താ വരിക നമുക്കറിയാലേ. ഫിബ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. കാരണം എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ അകത്ത് റിട്ടേൺ ഒരു 1 ആണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ അകത്ത് 1 പാസ് ചെയ്ത് കഴിഞ്ഞാൽ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ 3 എന്ന് വാല്യൂ കൊടുത്താൽ എന്ത് ചെയ്യും, തൊട്ട് മുന്നുള്ള 1ഉം അതിൻ്റെ മുന്നുള്ള 0യും ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് ആ വാല്യൂന് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ 3 പാസ് ചെയ്തതുകൊണ്ട് മൂന്നാമത്തെ സെക്ഷനിലെത്തിയപ്പോൾ 3 എന്നുള്ള വാല്യൂ കൂടെ പാസ് ചെയ്താൽ എന്ത് ചെയ്യും, ഈ ലൈനിലെത്തിയിട്ട് തൊട്ട് മുന്നുള്ളതും അതിൻ്റെ മുന്നുള്ളതും അത് ഇവിടുന്ന് കാണുകയും ചെയ്യും. ഫിബ് ഓഫ് n-2 ഫിബ് ഓഫ് n-1 നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ കാണും. അത് കണ്ടിട്ട് അത് ആഡ് ചെയ്തിട്ട് ആ വാല്യൂണ് ഇവിടെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ 4 കൊടുക്കുക. 4 കൊടുത്തു. ഓക്കെ, 4 കൊടുക്കുമ്പോഴും നേരത്തെ പോലെ തന്നെ ആണ് സംഭവിക്കുക. ആദ്യം വരുമ്പോൾ 0 റിട്ടേൺ ചെയ്യും, 0ക്ക് 1 വരുമ്പോൾ രണ്ടാമത്തേതാകുമ്പോൾ 1 റിട്ടേൺ ചെയ്യും, മൂന്നാമത്തേതാകുമ്പോൾ തൊട്ട് മുന്നുള്ള രണ്ടാളുകളെ ഫിബ് കാണും അല്ലേ. തൊട്ട് മുന്നുള്ള രണ്ടാളുകളെ ഫിബ് കണ്ടിട്ട് എന്ത് ചെയ്യും, അവിടെ ആഡ് ചെയ്തിട്ട് ആ വാല്യൂ ഇവിടെ തിരിച്ചു കൊടുക്കും, അതോടെ പ്രിന്റ് ചെയ്യും. ഇനി നാലാമത്തെ കാണുമ്പോൾ എന്ത് ചെയ്യും,
അതേപോലെ തന്നെ തൊട്ട് മുന്നുള്ള ഓക്കെ n ആവുമ്പോൾ n-1നെയും n-2ന്റെയും രണ്ടുപേരുടെ ഫിബ് ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പോൾ 2 ആകുമ്പോൾ ഈ 1ഉം 1ഉം ഈ രണ്ട് 1ഉം ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. അതുപോലെ നമ്മൾ ഏത് നമ്പർ കൊടുത്താലും എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പം 5 കൊടുത്താൽ എന്ത് ചെയ്യും? 5 പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫിബൊനാച്ചി സീരീസ് ആണല്ലോ, അത്രയും നമ്പേഴ്സ് ആണ്, എത്ര ലിമിറ്റ് കൊടുത്ത് അത്രയും നമ്പേഴ്സ് എന്ത് ചെയ്യണം അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കണമുണ്ട്. അതിന്റെ ഓരോന്നിനും പ്രത്യേകത തൊട്ട് മുന്നുള്ള രണ്ട് നമ്പേഴ്സിന്റെ സം ആയിരിക്കണം വേണ്ടത്. അപ്പൊ അവിടെ ഡിപ്ലോയ് ചെയ്യുന്നത് റിക്കേഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്താൽ ആ ഫംഗ്ഷന്റെ അകത്ത് വീണ്ടും അതേ ഫംഗ്ഷനെ കോൾ ചെയ്യണം അല്ലെ, അതേ ഫംഗ്ഷൻ കോൾ ചെയ്യും, പക്ഷെ അതിന്റെ അകത്തിൽ വാല്യൂ വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്കറിയാം എന്താണ് സിമ്പിൾ ആണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറഞ്ഞാല്. ഓക്കെ, എന്നിന്റെ റിക്കേഷൻ അതിന്റെ എത്രാമത്തെ അഞ്ചാമത്തെ വാല്യൂ എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നാലാമത്തെയും മൂന്നാമത്തെയും അതിന്റെ ഫിബൊനാച്ചി നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. 10ാമത്തെ നമ്പർ nth നമ്പർ 10 10ാമത്തെ കാണുന്നുണ്ടെങ്കിൽ 9ാമത്തെയും 8ാമത്തെയും ഫിബൊനാച്ചി നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ 9ാമത്തെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും? 9ാമത്തേക്ക് 8ാമത്തെ 7 6 5 അങ്ങനെ റിക്കേഷൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ അത് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഫിബൊനാച്ചി സീരീസ് നമുക്ക് റിക്കേഷൻ വെച്ച് കാണാനുള്ള പ്രോഗ്രാം. ഇതേ പ്രോഗ്രാം നമുക്ക് വേണമെങ്കിൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം, ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ റിക്കേഷൻ എന്നുള്ള ഏരിയയാണ് നമ്മൾ അത് വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, മേ ബി ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിന്റെ രൂപം. ഇനി നമുക്ക് അതിന്റെ വ്യത്യസ്തമായ ട്രീകളെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫിബ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഫിബ് ഓഫ് 3യും ഫിബ് ഓഫ് 2 കൂടി ആഡ് ചെയ്യുന്നതാണല്ലോ. ഇനി ഫിബ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫിബ് ഓഫ് 2നെയും ഫിബ് ഓഫ് 1നെയും ആഡ് ചെയ്യാം. ഫിബ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, എന്താണ് 0 ആണോ 1 ആണോ എന്നുള്ളത്. ഫിബ് ഓഫ് 1 ആണെങ്കിൽ 0 ആയിരിക്കും, ഫിബ് ഓഫ് 2 ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഓരോ തവണ കോൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, റിക്കേഷൻ വഴി ഇങ്ങനെ വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്ത് ഇങ്ങനെ പോവാണ് ചെയ്യുക. അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫിബ് ഓഫ് 3 ഫിബ് ഓഫ് 2 പ്ലസ് ഫിബ് ഓഫ് 1 ആണ്. ഓക്കെ, സോ ലൈക്ക് ദാറ്റ്. ഫിബ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1, ഫിബ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0. അത് രണ്ട് ആഡ് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ റിക്കേഷൻ വഴി ആ ഒരു സ്ട്രക്ചറിൽ പോകും. ഓക്കെ, നമ്മളിവിടെ സം ഓഫ് ഡിജിറ്റ് യൂസിങ് റിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് ആയിട്ടുള്ള വാല്യൂ സേ 456 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പ്രോഗ്രാം റൺ ചെയ്തു. 456 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 + 5 + 6 = 15 ആണ് നമുക്ക് സമ്മട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം 6 എടുക്കണം, +5 എടുക്കണം, +4 എടുക്കണം. ഡിജിറ്റ്സിന് എന്ത് ചെയ്യണം, അതിൽ നിന്ന് വേർതിരിക്കണം. ഓക്കെ, അതാണ് ഡ്യൂട്ടി. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാം എഴുതി, മെയിൻ ഫംഗ്ഷൻ എഴുതി, എൻ്റർ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അത് റീഡ് ചെയ്ത് എന്നിലേക്ക് റീഡ് ചെയ്തു. സെന്നിന്റെ വാല്യൂ 456 ആണ് വിചാരിക്കാം. നമ്മളിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തു സം ഓഫ് ഡിജിറ്റ് ഓഫ് n. ഓക്കെ, ഇവിടെ നമ്മൾ 456 എന്നുള്ള വാല്യൂ എന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്നിന്റെ വാല്യൂ 0 ആണോ നോക്കി. ഓക്കെ, 0 ആണെങ്കിൽ റിട്ടേൺ 0. ഇനി ഇപ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂ 456 ആണല്ലോ, എന്നിന്റെ വാല്യൂ 456. അപ്പൊ ഇവിടെ എന്താ ചെയ്യാ, n mod 10 പ്ലസ് ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യും. എന്നിട്ട് അതിൻ്റെക്ക് അകത്തേക്ക് പാസ് ചെയ്യുന്ന വാല്യൂ ആണ് n/10 എന്നുള്ളത്. നമുക്ക് എങ്ങനെ നോക്കാം. അപ്പൊ ഇവിടെ n mod 10 എന്ന് പറഞ്ഞാല് 456 mod 10 എന്ന് പറഞ്ഞാല് 456 mod 10 എന്ന് പറഞ്ഞാല് 456 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. ഓക്കെ, ആ റിമൈൻഡർ എന്ന് പറഞ്ഞാല് 6 എന്നാണ് വരിക. ഓക്കെ, കാരണം 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ആണ് വരിക, റിമൈൻഡർ 6 ആണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ വാല്യൂ വരിക 6 എന്നാണ്. ഓക്കെ, 6 വരും. അപ്പൊ 456 ആദ്യത്തെ ഡിജിറ്റ് നമുക്ക് കിട്ടും 6 എന്നുള്ളത്. 6 പ്ലസ് അതിന്റെ കൂടെ കൂടണം. 6 പ്ലസ് എന്ത് ചെയ്യണം, നമുക്ക് റിസൾട്ട് അങ്ങനെ വരിക 6 456 ആണ്. അപ്പൊ ഇവിടെ 6 + 5 + 4 എന്നാണ് വരിക. അപ്പൊ ആദ്യത്തെ സംഖ്യ നമുക്ക് ഇവിടെ കിട്ടി 6 എന്നുള്ള ഇവിടെ n mod 10 പ്ലസ്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ 6നെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 45 ഉണ്ടല്ലോ, 45നെ ഇതേപോലെ ചെയ്യണം. 45നെ mod 10 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, 5 എന്നുള്ള വാല്യൂ കിട്ടും.
നമുക്ക് രണ്ടാമത്തെ വാല്യൂ കിട്ടും. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇവിടെ പാസ് ചെയ്യുന്ന വാല്യൂ 45 മാറണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സം ഓഫ് ഡിജിറ്റ് കാണുമ്പോൾ 456 ഇനി പാസ് ചെയ്യുന്നത് 45ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 456 ഡിവൈഡ് ബൈ 10 ചെയ്യാം. അതോടെ ചെയ്തത് 456 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 45.6 എന്നാണ് വരിക അല്ല, ശരിയല്ലേ, 45.6 എന്ന് വരാം. എന്നാൽ ഇവിടെ നമ്മൾ n ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ ഡിവിഷൻ നടത്തി കഴിഞ്ഞ് ഇൻറ്റീജർ ഡിവിഷനാണ് ഇവിടെ നടക്കുക. 45.6 എന്നുള്ളതിൽ നിന്ന് 0.6 അവിടുന്ന് ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതിവിടെ ഡിവിഷനിലാണ് കേട്ടോ. ഡിവിഷൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. 456 10 ചെയ്താൽ 45 കിട്ടുള്ളൂ, 0.6 ഒഴിവാക്കും. മോഡുലസ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ് കാണുക. ആ ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ മോഡുലസ് ആണ് നമ്മൾ എന്താ കാണുന്നത്, റിമൈൻഡർ ആണ്. ഓക്കെ, റിമൈൻഡർ ആണ് കാണുക. ഇവിടെ നമ്മൾ എന്താണ്, യഥാർത്ഥ ഡിവിഷൻ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ 456 നമ്മളിവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 കിട്ടും. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്തേക്ക് SOD ഓഫ് 45 എന്ന് പാസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, 45 മാറും. 45 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇഫ് ഈ കറക്റ്റ് അല്ല, കാരണം എന്നിൻ്റെ വാല്യൂ 0 അല്ലല്ലോ, 45 അല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇനി വരും എന്താ, നമ്മളെ 45 എടുക്കും അല്ലേ, നമ്മുടെ 45 എടുക്കും. 45 10 കൊണ്ട് മോഡുലസ് ചെയ്യും. 45 മോഡ് 10 ചെയ്യും. അപ്പോൾ അവിടെ റിമൈൻഡർ ഒരു 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ലക്ഷ്യം ഓക്കെ 5 കിട്ടി. അപ്പോൾ 5 പ്ലസ് ചെയ്യും. ഓക്കെ, നേരത്തെ കിട്ടിയ 6 ഫംഗ്ഷൻ്റെ മുന്നത്തെ ഫംഗ്ഷനിൽ ആഡ് ചെയ്തിട്ട് 6 പ്ലസ് ഇപ്പോഴുള്ള ഫംഗ്ഷനിൽ എന്ത് ചെയ്തു, 5 എന്നുള്ള വാല്യൂ കിട്ടി, 5. ഓക്കെ, പ്ലസ് ഇനി എന്ത് ചെയ്യണം, 45 എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. 45 ഡിവൈഡഡ് ബൈ 10 നമ്മൾ ചെയ്യണം. ഓക്കെ, 45/10 ചെയ്യുമ്പോൾ അവിടെ വാല്യൂ വരിക 4.5 ആണ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇൻറ്റീജർ ഡിവിഷൻ ആയതുകൊണ്ട് 0.5 ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാൻ 4 ഓക്കെ, അപ്പോൾ അടുത്ത ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായിട്ട് വരും, 4 അകത്തേക്ക് കൊടുക്കുക. അപ്പോൾ 6 + 5 നമ്മൾ ആൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് തൊട്ട് മുന്നിൽ രണ്ട് ഫംഗ്ഷനിൽ. പുതിയ ഫംഗ്ഷൻ്റെ അകത്ത് എന്ത് ചെയ്യും, 4 എന്നുള്ള വാല്യൂ ആണ് എന്നിന് കൊടുത്തത്. ഓക്കെ, ആ 4 ഇതിൻ്റെ അകത്തേക്ക് വരും. ഇനി ഇവിടെ എന്ത് ചെയ്യും, 4 മോഡ് 10 ചെയ്യും. ഓക്കെ, 4 മോഡ് 10 ചെയ്താൽ 4 തന്നെയാണ് വരിക. 4 മോഡ് 10 = 4 എന്നാണ് വരിക. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കാം. മോഡ് 10 ചെയ്താൽ അതിൽ 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്താൽ 10 × 0 = 0 പോകുന്നു. അപ്പോൾ ബാക്കി റിമൈൻഡർ 4 വരും. 4 ഇവിടെ കിട്ടും. അപ്പോൾ ഈ 4 എന്ത് ചെയ്യും, ഇവിടെ ആഡ് ചെയ്യും, റിട്ടേൺ ഓഫ്. അപ്പോൾ 6 + 5 + ഇപ്പോഴുള്ള ഫംഗ്ഷനിൽ 4 പ്ലസ് അടുത്ത് എന്താ വരിക, എന്നിൻ്റെ വാല്യൂ 4 ആണ്. 4 ഡിവൈഡ് ബൈ 10 വരും. 4/10 ചെയ്താൽ ഇവിടെ 0 എന്നാണ് വരിക. ഓക്കെ, 4/10 ചെയ്താൽ കാരണം 0.4 ആണല്ലോ റിസൾട്ട് വരിക. ഓക്കെ, അതിൽ ആ പോയിന്റിന് ശേഷമുള്ള ഡിസ്കാർഡ് ചെയ്യുമ്പോൾ ഇൻറ്റീജർ ഡിവിഷൻ ആയതുകൊണ്ട് ബാക്കി 0 വരും. അപ്പോൾ ഇവിടെ സോഡ് ഓഫ് 0 എന്ന് കോൾ ചെയ്യാം. അപ്പം എന്നിൻ്റെ പുതിയ ഫംഗ്ഷനിൽ വരുന്ന വാല്യൂ 0 എന്നാണ് വരിക. അപ്പോൾ 0 ആയതുകൊണ്ട് ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 ആയി അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ഇനി അടുത്ത ലൈൻ നമ്പർ 6ലേക്ക് പോകില്ല, റിട്ടേൺ 0 റിട്ടേൺ ചെയ്യുന്ന പറയാം. അപ്പോൾ 4 പ്ലസ് ഇവിടെ എന്ത് വരും, +0 എന്നാണ് വരിക അടുത്ത ഫംഗ്ഷൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോയി ഇനി തിരിച്ചു വന്ന് എന്ത് ചെയ്യും, ലാസ്റ്റ് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് ഡെപ്തിലേക്ക് പോകാനില്ല, അടുത്ത് വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്യാനില്ല, കാരണം അവിടെ അവസാനിച്ചല്ലോ, റിട്ടേൺ 0 വന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് തന്നെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, 4ഉം 5ഉം 6ഉം ആഡ് ചെയ്തതിന് ശേഷം എവിടെ നിന്നാണോ കോൾ ചെയ്തത് മെയിൻ ഫംഗ്ഷൻ അല്ലേ, മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, 4 + 5 + 6 എന്നുള്ള വാല്യൂ ഇവിടെ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ സം ഓഫ് ഡിജിറ്റ്സ് യൂസിങ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ കേട്ടോ. ഓക്കെ, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള റിക്കേർഷൻ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു നമ്പർ കൊടുത്തു, 10 എടുത്ത് എന്ത് ചെയ്യണം, 10 + 9 + 8 + etc അങ്ങനെ 1 വരെ ആഡ് ചെയ്യണം. ഓക്കെ, ഇത് റിക്കേർഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷൻ എഴുതി. ആദ്യം മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ
നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അത് റീഡ് ചെയ്തു. ഓക്കെ, എന്നിലേക്ക് റീഡ് ചെയ്തു. നമ്മൾ സം ഓഫ് എൻ എന്ന് കോൾ ചെയ്യണം. സം ഓഫ് 10 എന്ന് കോൾ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം? 10 + 9 + അങ്ങനെ പോകണം. അപ്പോൾ ഇവിടെ 10 എന്നുള്ള വാല്യൂ ഇവിടെ വരും. എന്നിൻ്റെ വാല്യൂ 10 ആയിരിക്കും അല്ലേ. എൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ നോക്കുകയാണ്. n <= 0 ആണോ നോക്കി. ആണെങ്കിൽ റിട്ടേൺ 0 എന്ന് റിട്ടേൺ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? n+ എന്നിൻ്റെ കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്നിൻ്റെ വാല്യൂ കറൻ്റ്ലി 10 ആണ് അല്ലേ. ഓക്കെ, എന്നിൻ്റെ വാല്യൂ കറൻ്റ്ലി എക്സാമ്പിൾ 10 ആണ്. 10 ആണ് സമയത്ത് ഇവിടെ എന്താ ചെയ്യേണ്ടത്? 10+ അല്ലേ. 10+ എന്ത് ചെയ്യണം? സം ഓഫ് n - 1. 10+ സം ഓഫ് n - 1 എന്ന് പറഞ്ഞാൽ 9 അല്ലേ. അപ്പോൾ സം ഓഫ് 9 എന്ന് കോൾ ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ എന്നിൻ്റെ വാല്യൂ എന്തായി? 9 ആയി. ഓക്കെ, 9 ആയി. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 ആണെന്ന് നോക്കിയാൽ അല്ല, താഴേക്ക് വന്നു. താഴെ എന്താ പറയുന്നത്? റിട്ടേൺ. എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? 9 അല്ലേ. അതാണ് എന്നിൻ്റെ വാല്യൂ 9 പ്ലസ് എന്താ പ്ലസിൻ്റെത്? സം ഓഫ് 8. സം ഓഫ് 8 അതായത് n - 1. എന്നിൻ്റെ വാല്യൂ 9, n - 1 8 അല്ലേ. കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്തു അല്ലേ. അടുത്ത ഫംഗ്ഷൻ എന്താ? n = 8 ആണ്. അടുത്ത ഫംഗ്ഷൻ കോൾ n = 8. അപ്പോൾ അത് വന്നാൽ 8+ എന്ത് വേണം? ഓക്കെ, അടുത്ത വാല്യൂ എന്താ? 7 അല്ലേ. സം ഓഫ് 7. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എന്നിൻ്റെ വാല്യൂ 10 ആകുമ്പോൾ 10+ സം ഓഫ് 9, 9 ആകുമ്പോൾ 9+ സം ഓഫ് 8, 8 ആകുമ്പോൾ 8+ അങ്ങനെ പോകും. അപ്പോൾ നമുക്കത് ഒരു ടോട്ടൽ നമുക്ക് എഴുതാൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 10+ അല്ലേ സം ഓഫ് 9. സം ഓഫ് 9 പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ വാല്യൂ എന്ത് വരിക? 9+ എന്ന് വരാം. ഓക്കെ, സം ഓഫ് 9+ സം ഓഫ് 8+ സം ഓഫ് 7+ എക്സെട്ര അങ്ങനെ പോയിട്ട് ഏതുവരെ പോകും? 1 എത്തുന്ന വരെ പോകും. സം ഓഫ് 1 വരെ പോകും. സം ഓഫ് 0 എത്തിക്കഴിഞ്ഞാൽ റിട്ടേൺ ആവുമല്ലോ അല്ലേ. അപ്പോൾ അതുവരെ സം ഓഫ് 1 ശരി സം ഓഫ് 0 വരെ പോകും. 0 എന്നാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതങ്ങനെ പ്ലസ് ചെയ്ത് അങ്ങനെ പോകും. അങ്ങനെ ഫംഗ്ഷൻ ഒരു എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്ത് തുടങ്ങും. ഓക്കെ, സം ഓഫ് 0 അങ്ങനെ. അപ്പം എന്ത് ചെയ്യും? പിന്നെ 1+ പിന്നെ ഫംഗ്ഷന് ആ എൻഡിലേക്ക് എത്തി പിന്നെ തിരിച്ചു വരും അല്ലെ. നമ്മൾ ഡെപ്തിലേക്ക് ഫംഗ്ഷൻ വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കോൾ ചെയ്ത് പോകും. അങ്ങനെ എൻഡിൽ 0 എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരണം. അപ്പം എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്ന തുടങ്ങും. 0+, 1+, 2+, 3+ എക്സെട്ര അപ് ടു 9+ 10 വരെ വരും. ഓക്കെ, 10 വരെ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മെയിനിലേക്ക് തിരിച്ചു വരും. അപ്പോഴേക്കും എന്തുണ്ടാവും? ഈ എന്നിൻ്റെ അകത്തിട്ട് ഈ വാല്യൂസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. റിട്ടേണിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ വരുമ്പോൾ 55 എന്നുള്ള വാല്യൂ എന്തുണ്ടാവും? ലാസ്റ്റ് വന്നിട്ടുണ്ടാവും. ആ റിട്ടേൺ ചെയ്തപ്പോൾ സം ഓഫ് n റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്യും? സം ഈക്വൽ ടു എന്നിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ആ ഫംഗ്ഷൻ്റെ വർക്കിംഗ് വരും. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞത് 5 എന്ന് എടുത്താൽ 5+, 4+, 3+, 2+, 1 = 50 എന്നുള്ള വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ അതായിരുന്നു റിക്കേർഷൻ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാന്നുള്ളത്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഈ സെക്ഷനിൽ പറയുന്നത് അറേസിനെ എങ്ങനെ ഫങ്ഷൻസിലൂടെ പാസ് ചെയ്യാന്നുള്ളതാണ്, പാരാമീറ്റേഴ്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ മുന്നേ കണ്ട പോലെ ഇൻറ്റീജേഴ്സിനെ പാസ് ചെയ്യുന്ന പോലെ ഇൻറ്റ് എക്സ് ഒക്കെ പാസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അറേസിനെ പാസ് ചെയ്യാം. ഓക്കെ, അത് പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ് രണ്ട് രൂപത്തിൽ നമുക്ക് ചെയ്യാം. പാസ് ബൈ വാല്യൂ ആകുമ്പം നമുക്ക് പുതിയ കോപ്പി ഓഫ് എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, ഫങ്ഷൻസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എലമെന്റ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മളിവിടെ
മെയിൻ ഫംഗ്ഷനിൽ ഇൻഡ് a of 100 ഇത് ക്രിയേറ്റ് 100 സൈസുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ i n നമ്മൾ ഡിക്ലെയർ ചെയ്തു. ലിമിറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് യൂസർ കയ്യിൽ നിന്ന് n ഡിക്ലെയർ ചെയ്ത്. i എന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മളിവിടെ i 0 മുതൽ n എത്തുന്ന വരെ, n എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസർ കൊടുക്കുന്ന 5 എന്തെങ്കിലും വാല്യൂ ആവും, എത്തുന്ന വരെ വാല്യൂസിനെ റീഡ് ചെയ്യാം. എന്നിട്ട് ഓരോ എലമെന്റ് എന്ത് ചെയ്യുക, അറേയിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ വാല്യൂ ആദ്യം 0 ആയിരിക്കും. അപ്പോൾ 0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, a of 0ലേക്ക് നമ്മൾ യൂസർ ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂ കയറും, അടുത്ത വാല്യൂ അടുത്തതിലേക്ക് അങ്ങനെ കയറും. നമ്മൾ ആദ്യം ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് അറേ റീഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിവിടെ നമ്മൾ റൺ ചെയ്താൽ എൻ്റർ ലിമിറ്റ് നമ്മൾ 4 കൊടുത്തു. ഓക്കെ, അപ്പം 4 എലമെന്റ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ ചോദിക്കും. അപ്പം ഫോർ ലൂപ്പിലെ ഫസ്റ്റ് ലൈനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയുള്ള എൻ്റർ ദ എലമെന്റ് എന്ന് പറയാം. അപ്പോൾ a of 0ലേക്കാണ് റീഡ് ചെയ്യാൻ ചോദിക്കുന്നത്. നമ്മൾ a of 0ലേക്ക് റീഡ് ചെയ്താൽ ലൈക്ക് 2 എന്ന് കൊടുത്തു. അടുത്ത എലമെന്റ് 3 4 5 5 എലമെന്റ്സ് കൊടുത്തു. അപ്പം 5 എലമെന്റ്സ് നമ്മൾ അറേയിലേക്ക് റീഡ് ചെയ്തു. 5 എലമെന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ആ അറേനെ പാസ് ചെയ്യണം. ഓക്കെ, ഇങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത്, ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം. ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനിലേക്ക് നമ്മൾ അറേ ആണൊന്ന് പാസ് ചെയ്യുന്നത്, കോമ n എത്ര സൈസാണോ ആ സൈസും കൂടി പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ സൈസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 സൈസാണുള്ളത് സൈസുള്ളത്. ഓക്കെ, അപ്പോൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ. അപ്പം ഇവിടെ റിട്രീവ് ചെയ്യുമ്പോൾ നമ്മൾ അറേ ആയതുകൊണ്ട് തന്നെ a ഓഫ് എന്നുള്ള സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഓക്കെ, രണ്ടാമതിന്റെ സൈസ് നമ്മളിവിടെ റീഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് i ഡിക്ലെയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് അറേ ഈസ് എന്ന് പ്രിന്റ് ചെയ്യണം. അവിടെ അറേ ഈസ് എന്ന് പ്രിന്റ് വന്നു. i = 0 മുതൽ i less than n വരെ i = i + 1. അപ്പോൾ ആദ്യം a of 0 പ്രിന്റ് ചെയ്യും, 2 എന്ന് പ്രിന്റ് ചെയ്യും, 3 എന്ന് പ്രിന്റ് ചെയ്യും, 4 എന്ന് പ്രിന്റ് ചെയ്യും, 5 എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെ ഓരോന്ന് /t എന്ന് പറഞ്ഞാൽ ഒരു ടാബ് സ്പേസ് അതിന്റെ ഇടയിൽ വരും. ഓക്കെ, ഒന്ന് പ്രിന്റ് ചെയ്തതിനു ശേഷം ടാബ് സ്പേസ് വരും. അപ്പം ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സിമ്പിൾ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് അതിന് എന്ത് ചെയ്തു, വാല്യൂസ് റീഡ് ചെയ്ത് അതിനെ പാസ് ചെയ്തു. കാര്യമാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഈ അറേനെ സോർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, സോർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതേ അറേ കൊണ്ട് നമുക്ക് പാസ് ചെയ്യാം. ഇപ്പോൾ സോർട്ട് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചു, അതിലേക്ക് അറേ പാസ് ചെയ്തു, അതിന്റെ സൈസും പാസ് ചെയ്തു എന്നുള്ളത്. ഇനി നമ്മളിവിടെ i = 0 i less than n - 1 i ++ ലാസ്റ്റ് എലമെന്റ് വരെ i മൂവ് ചെയ്യും. ഇപ്പം 4 ആണെങ്കിൽ 0 മുതൽ 4 - 1ന്റെ തൊട്ട് മുന്നേ 3 വരെ പോകും. ഇനി അതിൻ്റെ അകത്ത് വീണ്ടും വേറെ ഒരു ലൂപ്പ് ഡിക്ലെയർ ചെയ്യണം, j. ഇപ്പൊ i ലൂപ്പ് j ലൂപ്പ്. ഓക്കെ, j ലൂപ്പ് n - 1 - i അല്ലെങ്കിൽ n - i - 1 വരെ, അതായത് ലാസ്റ്റ് സെക്കൻഡ് വരെയാണ് ആദ്യത്തെ റൗണ്ടിൽ പോവാ. പിന്നെ അതിൽ നിന്ന് ഓരോന്നോരോന്ന് കുറയും. ഓക്കെ, 3 ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് തേർഡ് അങ്ങനെ കുറഞ്ഞു വരും. നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്താണ് മുന്നുള്ള വീഡിയോയിൽ, നിങ്ങൾ നോക്കാം. a of j greater than a of j + 1 ആണെങ്കിൽ അഡ്ജസ്റ്റന്റ് എലമെന്റ്സ് നോക്കുന്നത്, അറേയിൽ കിടക്കുന്ന ഇപ്പോൾ 0th എലമെന്റും ഫസ്റ്റ് എലമെന്റും അവർ നമ്മൾ കമ്പയർ ചെയ്യാം. 0th എലമെന്റ് ഫസ്റ്റ് എലമെന്റിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം, പരസ്പരം അങ്ങോട്ടും കൂടി ഇന്റർചേഞ്ച് ചെയ്യണം. നമുക്ക് ഇൻക്രീസിംഗ് ഓർഡറിലാക്കാനുള്ള സോർട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം a of j യിലും a of j + 1 വാല്യൂസ് അങ്ങോട്ടും കൂടി സ്വാപ്പ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഒരു പിക്ചറൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരാം. ഓക്കെ, അപ്പൊ നമ്മള് എത്ര നമ്പേഴ്സ് ഇതിൽ ആൾറെഡി അറേയിലുണ്ട്. അപ്പൊ ഫസ്റ്റ് രണ്ട് a of j എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ്, a of j + എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ്, ഈ രണ്ട് എലമെന്റ്സ് നമ്മൾ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ a of j എന്നുള്ളത് ഇവിടെ ഗ്രേറ്റർ ആണ്, ഫസ്റ്റുള്ള ഗ്രേറ്റർ ആണ് എങ്കിൽ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. ഓക്കെ, if a of j is greater than a of j + 1. ഓക്കെ, ഇത് എന്നുള്ളതിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, പരസ്പരം സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാനുള്ള കോഡ് എന്താ, ടെമ്പ് എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ അതിനുവേണ്ടി ഡിക്ലെയർ ചെയ്ത് വെച്ച്. ഓക്കെ, അപ്പം ഇവിടെ ഉള്ളത് എന്ത് ചെയ്യാം, ടെമ്പിലേക്ക് എടുത്തു വെക്കാം. ടെമ്പ് എന്നുള്ള ഒരു ഏത് ടെമ്പാണെന്ന് വെച്ചാൽ 5 എന്നുള്ള ടെമ്പിലേക്ക് എടുത്തു വെക്കാം. ഓക്കെ,
എന്ത് ചെയ്യുക, ഈ ഒന്നിനെ പിടിച്ചിട്ട് ഈ പൊസിഷനിലേക്ക് ഇടാം. അതിനുശേഷം ഈ ടെമ്പ് ഇതെടുത്തിട്ട് ഈ പൊസിഷനിലേക്ക് ഇടാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു എ ഓഫ് ജെയും എ ഓഫ് ജെ പ്ലസ് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, ടെമ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാൽ രണ്ടാം കൂടെ കൂടി ഇന്റർചേഞ്ച് ചെയ്യും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് രണ്ടെണ്ണം ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് അടുത്ത രണ്ടെണ്ണം നോക്കും, അടുത്ത രണ്ടെണ്ണം ഇന്റർചേഞ്ച് ചെയ്യും. അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, എൻഡ് വരെ പോകും. അങ്ങനെ ഒരു റൗണ്ട് ഫുള്ള് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്തുള്ള ഒറ്റ ലൂപ്പ് ഫുള്ള് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഏറ്റവും അവസാനത്തിലൊന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഏറ്റവും അവസാനത്തിൽ കിടക്കും. അപ്പം ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇനി അടുത്ത റൗണ്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഈ കറക്കല് ഒന്നുകൂടി ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് എലമെന്റ് നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഇവിടെ തേർഡ് റൗണ്ടിൽ എന്ത് ചെയ്യും, തേർഡ് ലാർജസ്റ്റ് എലമെന്റ് തേർഡ് ലാർജസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഫുൾ റൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എലമെന്റ് കംപ്ലീറ്റ് സോർട്ട് ആയിട്ട് വരും. ഇത് ഫസ്റ്റ് റൗണ്ട് ആണ്. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ഫസ്റ്റ് ലാർജസ്റ്റ് നമ്പർ ഇതുണ്ടാവും. അപ്പം 5 എടുത്തു, ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്തു, 6 എടുത്ത് സ്വാപ്പ് ചെയ്തു. അങ്ങനെ 6 ആണ് ഇതിലെല്ലാം ഗ്രേറ്റസ്റ്റ് ഇതിൽ മൊത്തത്തിൽ. അപ്പം 6 ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് എൻഡിലെത്തും. 6 ഏറ്റവും എൻഡിലെത്തും. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 6 എൻഡിലെത്തും. അടുത്ത റൗണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും, 5 സെക്കൻഡ് ലാർജസ്റ്റ് ഈ ഒരു പൊസിഷനിലെത്തും. അടുത്ത റൗണ്ട് ആകുമ്പോൾ 4 ഇവിടെ തന്നെ ആയിരിക്കും. അടുത്താകുമ്പോൾ 3 വരും, പിന്നെ 2 വരും, പിന്നെ 1 വരും. ആ റൗണ്ട് ഫുള്ള് കഴിയുമ്പോൾ എന്താവും, അവിടെ ബബിൾ സോർട്ടിങ് അവസാനിക്കും. ഓക്കെ, മുന്നേ നമ്മൾ ഉള്ള ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ബട്ട് സ്റ്റിൽ ഓക്കെ നമ്മൾ പറഞ്ഞോളൂ. അപ്പോൾ ഇരുപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരേനോടെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അതാണ് അരേനെ നമ്മൾ പാസ് ചെയ്യാനുള്ള എക്സാമ്പിൾ. ഓക്കെ, 1 ഡയമെൻഷണൽ അരേനയും 2 ഡയമെൻഷണൽ. നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം, കമ്പൈൻഡ് ആയിട്ടുള്ള. ഓക്കെ, സിംഗിൾ കൂട്ടിയിട്ട് കമ്പൈൻഡ്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാണ് ഇങ്ങനെ വരിക. അപ്പോൾ നമ്മൾ സ്ട്രക്ട് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യാം. ഓക്കെ, സ്ട്രക്ട് സ്പേസ് ഒരു പേര് കൊടുക്കും, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ ബുക്സ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട ബുക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടറാണ് ക്യാർ. ഓക്കെ, ടൈറ്റിൽ അതിനൊരു 50 സൈസുള്ള ക്യാരക്ടർ ആരെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, ക്യാർ ഓതർ അത് 50, ക്യാർ സബ്ജക്റ്റ് 100. ഓക്കെ, പിന്നെ ബുക്കിന് ID ഇൻറ്റ് അങ്ങനെ ക്ലോസ് ചെയ്തു. ശേഷം നമുക്ക് ഇവിടെ ബുക്കിന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ പ്രോഗ്രാം സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, അതാണ് എക്സാമ്പിൾ. ഓക്കെ, stdio.h പിന്നെ string.h സ്ട്രിങ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അവിടെ സ്ട്രക്ട് ബുക്സ് എന്ന് കൊടുത്തു. അതിൽ നമുക്ക് വേണ്ട ടൈപ്പുകളെല്ലാം അതിൻ്റെ അകത്ത് ഓരോ മെമ്പേഴ്സിനെ കൊടുക്കും. ഇതിന് ഓരോന്ന് മെമ്പേഴ്സ് എന്ന് പറയാം, സ്ട്രക്ചറിനകത്തുള്ള മെമ്പേഴ്സ്. ഓക്കെ, ക്യാർ ടൈറ്റിൽ എന്നുള്ള പേര് അത് ക്യാരക്ടർ ആരെയാണ്, ഓതർ ക്യാരക്ടർ ആരെയാണ്, സബ്ജക്റ്റ് ക്യാരക്ടർ ആരെയാണ്, ബുക്ക് ID എന്നുള്ളത് ഇൻറ്റീജറാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുക സ്ട്രക്ചർ, ക്ലോസ് ചെയ്യുക, സെമികോളൻ കൊടുക്കാം. ഓക്കെ, അത് മറന്നു പോകാൻ പാടില്ല. ഇനി നമ്മൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ബുക്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓരോ ബുക്കായിട്ട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, സ്ട്രക്ട് ബുക്സ് ഇതേപോലെ കൊടുക്കുക. സ്ട്രക്ട് ബുക്സ് സ്പേസ് ഇട്ടിട്ട് ബുക്ക് 1 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ബുക്ക് 1 ആണ്. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. ആ ബുക്ക് 1 എന്നുള്ള ബ്ലോക്കിൻ്റെ അകത്ത് ഈ പറഞ്ഞ 4 സംഭവങ്ങളുണ്ടാവും, ടൈറ്റിൽ, ഓതർ, സബ്ജക്റ്റ്, ബുക്ക് ID. ഓക്കെ, ഒരു കമ്പൈൻഡ് രൂപമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓരോന്നോരോന്നിലേക്ക് വാല്യൂസ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ബുക്ക് 1.title. ഓക്കെ, ബുക്ക് 1 എന്നുള്ളതിൻ്റെ അകത്ത് ടൈറ്റിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ലൈക്ക് ദിസ്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഈ 4 ബുക്ക് 1. ഓക്കെ, ബുക്ക് 1 നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ബുക്ക് 1 ഡോട്ട്, അപ്പോൾ ഇത് ബുക്ക് 1 ഡോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് 4 ഏരിയ ഉണ്ടാവും. ഓക്കെ, ബുക്ക് 1ൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഡിവൈഡ് ചെയ്യുന്നത് 4 ഉണ്ടാവും ലൈക്ക് ദിസ്. ബുക്ക് 1ൻ്റെ അകത്ത് 4 ചാമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഫസ്റ്റ് ചാമ്പർ എന്താണ്, ടൈറ്റിലാണ്. ഓക്കെ, കൊടുത്ത ടൈറ്റിൽ. രണ്ടാമത്തെ ചാമ്പർ പറഞ്ഞാൽ
ഓക്കെ ഓദർ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്. ഓക്കെ നാലാമത്തെ ബുക്ക് ഐ ഡി. ഓക്കെ സബ്ജക്റ്റ് ബുക്ക് ഐ ഡി റെഡി. അപ്പോൾ ഇത് ബുക്ക് 1 ഇതുപോലെ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൽ ഓരോന്നിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെ ബുക്ക് 2 അപ്പോൾ നമ്മളിവിടെ ബുക്കിൻ്റെ വേറൊരു ബുക്ക് ക്രിയേറ്റ് ചെയ്തു, ഒരു മെമ്പർ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ബുക്ക് 2. അപ്പോൾ നമ്മൾ ഇൻഡ് എക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഓക്കെ ഇത് ഇൻഡ് എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആണ്, ഇതിന് കറസ്പോണ്ടിങ് ബുക്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു ബ്ലോക്ക് ബുക്ക് 1 അതുപോലെ ബുക്ക് 2 നമ്മൾ ഡിക്ലെയർ ചെയ്തു. ബുക്ക് 2 ഓക്കെ ബുക്ക് 2 എന്ന് ഡിക്ലെയർ ചെയ്താൽ ബുക്ക് 2ൻ്റെ അകത്ത് എന്തുണ്ടാവും, ഇതേപോലുള്ള 4 ചാമ്പേഴ്സ് ഉണ്ടാവും. ഇന്ന് ഓരോ ചാമ്പേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട വാല്യൂസ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാം. ഓക്കെ അപ്പം ഇതാണ് അതിലുള്ളത്. നമ്മൾ അത് റൺ ചെയ്താൽ അത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ നമ്മൾ 4 വാല്യൂസ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബുക്ക് 1 ക്രിയേറ്റ് ചെയ്തു. ബുക്ക് 1ൻ്റെ അകത്തേക്കുള്ള വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ബുക്ക് 1ൻ്റെ അകത്തുള്ള ടൈറ്റിൽ എന്നുള്ള ചാമ്പറിലേക്ക് നമ്മൾ സി പ്രോഗ്രാമിംഗ്, ഓദർ എന്നുള്ളതിന് മൈ ഓദർ, ഓക്കെ സബ്ജക്റ്റ് ബുക്ക് ഐ ഡി. നമ്മളിത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം പ്രിൻ്റ് കൊടുക്കാം. ഓക്കെ അപ്പം ഫസ്റ്റത്തെ ടൈറ്റിൽ എന്താണ്, ക്യാരക്ടർ അറിയണം. അപ്പോൾ തന്നെ നമ്മൾ %s കൊടുക്കാം. നമ്മൾ എന്താ പറയുക ടൈറ്റിൽ %s കോമ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരും ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ. നമ്മളോട് പേസ്റ്റ് ചെയ്യണം ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ. ഓക്കെ ഇനി അടുത്തത് ഓദറാണ് അല്ലേ. ഓദർ ബുക്ക് 1 ഡോട്ട് ഓദർ. ഇത് ഇവിടെ കൊടുത്ത അതേ പേര് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ ബുക്ക് 1 ഡോട്ട് ഓദർ. മൂന്നാമത്തേത് സബ്ജക്റ്റ് അല്ലേ. ഓക്കെ പേര് കോപ്പി ചെയ്താൽ അതേപോലെ യൂസ് ചെയ്യാം. സബ്ജക്റ്റ് ബുക്ക് 1 ഡോട്ട് സബ്ജക്റ്റ്. ബുക്ക് ഐ ഡി, ബുക്ക് ഐ ഡി എന്നുള്ള ഇൻറ്റീജറാണ്, അതുകൊണ്ട് നമ്മളിവിടെ %d എന്ന് കൊടുത്തു, നമ്മളിവിടെ ഇൻ്റാണല്ലോ കൊടുത്തത്. ഓക്കെ ബുക്ക് ഐ ഡി എന്നാണ് പേര്, ഇവിടെയും ബുക്ക് ഐ ഡി എന്നാണ് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ബുക്ക് ഐ ഡി. ഓക്കെ ഇതെല്ലാം ബുക്ക് 1ൻ്റെ ആണല്ലേ. ബുക്ക് 1 നമ്മൾ പ്രിൻ്റ് ബുക്ക് 1 കൊടുക്കാം. /n ബുക്ക് 1. ബുക്ക് 1ൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്നില്ല. ഓക്കെ ഓക്കെ ഇപ്പോൾ ഇത് ബുക്ക് 1ൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ ബുക്ക് 1 സി പ്രോഗ്രാമിംഗ് ഓദർ അവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തെല്ലാം അവിടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ നമ്മളിവിടെ ക്ലാരിറ്റി കൊണ്ട് /n ഇട്ട് കൊടുക്കാം. ഓക്കെ അപ്പോൾ ബുക്ക് 1ൻ്റെ ഡീറ്റെയിൽസ് ആണ് ടൈറ്റിൽ, സി പ്രോഗ്രാമിംഗ്, ഓദറുടെ പേര്, സബ്ജക്റ്റ്. ഓക്കെ ഇവിടെ ബുക്കിൻ്റെ ഐ ഡി. ഓക്കെ ബുക്ക് ഐ ഡി റെഡി. ഇനി ഇതുപോലെ നമുക്ക് വീണ്ടും ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യണം. ബുക്ക് 2 എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബുക്ക് 1 ക്രിയേറ്റ് ചെയ്ത് അതേപോലെ എന്ത് ചെയ്യാം സ്ട്രക്ട് ബുക്സ് ബുക്ക് 2 എന്ന് കൊടുക്കാം. ഓക്കെ ബുക്ക് 2 അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ബുക്ക് 2 3 എക്സെട്ര. ഇനി നമ്മൾ ഇവിടെ കോപ്പി ചെയ്ത പോലെ ഈ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യാം ബുക്ക് 2ന് കോപ്പി ചെയ്യാം. ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ബുക്ക് 2 എന്നാണ് മേലെ പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ബുക്ക് 2 ബുക്ക് 2 ബുക്ക് 2. ഓക്കെ അപ്പോൾ ഇത് രണ്ടാമത്തെ ബുക്കാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അത് റെഡി. അതായത് ഇത് ഫ്രെയിം നമ്മൾ യൂസ് ചെയ്തു സ്ട്രക്ട് ബുക്ക് എന്നുള്ള, പക്ഷെ ബുക്ക് എന്താണ് വേറെയാണ് അല്ലേ, മെമ്മറിൻ്റെ അകത്തുള്ള ബ്ലോക്ക് വേറെയാണ്. ഓക്കെ ബുക്ക് 2 എന്നുള്ള ബ്ലോക്കാണ് വരിക. ഓക്കെ അപ്പം ഇങ്ങനെയാണ് അവിടെ വരിക.
നമ്മൾ ബ്ലോക്ക് ആയിട്ടാണ് പറയുകയാണെങ്കിൽ ബുക്ക് 1-ന് അല്ല 4 ചാമ്പറുള്ള ഒരു 3, 4 4 ചാമ്പറുള്ള ഒരു ബുക്ക്. ഓക്കെ, ഇതാണ് ബുക്ക് 1. ഓക്കെ, ഈ ബുക്ക് 2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ സെയിം സ്ട്രക്ചറിൽ ബുക്ക് 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സെപ്പറേറ്റ് വേറെണ്ണം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് ബുക്ക് 2. ഇതിൽ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ബുക്ക് 2 ആണ്. ബുക്ക് 2-ൻ്റെ അകത്ത് നമുക്ക് വാല്യൂസ് ഫില്ല് ചെയ്യാനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബുക്ക് 2 സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? strcpy കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഓരോന്നോരോന്ന് കൊടുത്ത് ഇതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം? printf scanf വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ, printf enter title of book 2. ഓക്കെ, scanf %s, book 2.title. ഇപ്പോൾ യൂസർ കയ്യിൽ നമുക്ക് വാല്യൂസും സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാം? ഇതിനകത്ത് കൊടുക്കാം. ഡയറക്റ്റ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ strcpy വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ മുകളിൽ നമ്മൾ ബുക്ക് 1-നെയാണ് പ്രിൻ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബുക്ക് 2-ൻ്റെ കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യാം. അവിടെ എല്ലാം ബുക്ക് 1 എന്നുള്ള ബുക്ക് 2 എന്നാക്കിയിട്ട് മാറ്റാം. ഓക്കെ, അങ്ങനെ എത്ര ബുക്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ന്യൂ ഓതർ എന്ന് കൊടുത്തു. ഓക്കെ, സെമിക്കോളൻ. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് എൻ്റെ ടൈറ്റിൽ ഓഫ് ബുക്ക് 2 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ട്യൂട്ടോറിയൽ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ബുക്ക് 2-ൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പ്രിൻ്റ് ചെയ്തു. ടൈറ്റിൽ ട്യൂട്ടോറിയലാണ്, ഓതറിൻ്റെ പേര് മൈ ന്യൂ ഓതർ നമ്മൾ കൊടുത്ത പോലെ, സബ്ജക്റ്റ് സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ, ബുക്ക് ഐ ഡി. നമ്മളിവിടെ രണ്ടാമത് കൊടുത്ത ഡീറ്റെയിൽസ് പോലെ എന്ത് ചെയ്തു? അതവിടെ രണ്ടാമത്തെ ബുക്ക് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും എന്താ വെച്ചാൽ ഈ സ്ട്രക്ചറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് നമുക്ക് ഓരോ സ്ട്രക്ചറിൽ ഓരോ രൂപത്തിലുള്ള കോമ്പിനേഷൻസ്. ഓക്കെ, ഇപ്പോൾ എംപ്ലോയി, ബുക്സ്, ലൈബ്രറി, ഹോസ്പിറ്റലിൽ പേഷ്യൻസ് മനസ്സിലുണ്ട്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മൾ വേൾഡിൽ ഒരു ഒബ്ജക്റ്റ് എടുത്താൽ അപ്പോൾ ഒബ്ജക്റ്റ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം എന്ത് ഗ്രൂപ്പ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട ഒരു പേഴ്സൺ എടുത്താൽ പേഴ്സൻ്റെ നെയിം അല്ലേ, പേഴ്സൻ്റെ ID, ആളുടെ ആധാർ നമ്പർ, ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡാറ്റാസിൽ എടുത്തിട്ട് കമ്പൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അപ്പോൾ ഇതേ കാര്യമാണ് വീണ്ടും എല്ലാ പേഴ്സണും റിപ്പീറ്റ് ആയിട്ട് വരിക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നോർമലി എന്ത് ചെയ്യുക? സ്ട്രക്ചർ ഉപയോഗിക്കാം. അങ്ങനെ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറി രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്ട്രക്ചറിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഡിക്ലറേഷൻ, സ്ട്രക്ട് സ്പേസ് സ്ട്രക്ചറിൻ്റെ ടാഗ്, അങ്ങനെ ഒരു പേര്. പിന്നെ ഓരോ മെമ്പർ ഫങ്ഷൻസ്, മെമ്പർ ഡെഫിനിഷൻ ഇങ്ങനെ കൊടുക്കുക ഓരോന്നോരോന്ന്. ശേഷം ക്ലോസ് ചെയ്യുക. അതിലൂടെ സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നെ ഡിക്ലറേഷൻ കൊടുക്കാം. അപ്പോൾ ബുക്ക് 1 ബുക്ക് 2 നമ്മളിവിടെ കൊടുത്തു അല്ലേ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബുക്ക് 3, ബുക്ക് 4 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഈ അവസാനിക്കുന്ന നേരത്തിന് എന്ത് ചെയ്യാം? ഡിക്ലറേഷൻ കൊടുക്കാം. അപ്പോൾ മറ്റേതുപോലെ തന്നെ സ്ട്രക്ട് ബുക്സ് ബുക്ക് 1, സ്ട്രക്ട് ബുക്സ് ബുക്ക് 2 എന്ന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? ബുക്ക് 3 ബുക്ക് 4 എന്ന് പറയുന്നത് സെയിം എഫക്റ്റാണ് വരിക. ഓക്കെ, ചില രൂപത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും. രണ്ടും സെയിം എഫക്റ്റാണ്. രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ലെയർ ചെയ്യാം. അതായത് സ്ട്രക്ചറിൻ്റെ ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 1 or more സ്ട്രക്ചർ വേരിയബിൾസ് അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 1 or more സ്ട്രക്ചർ വേരിയബിൾസ്. റെഡി. ഇനി അതിനെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്ന രൂപം പറയുന്നത് ഡോട്ട് എന്നുള്ള ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുക. നമ്മൾ ആൾറെഡി കണ്ടു അല്ലേ. ഡോട്ട് ഓപ്പറേറ്റർ നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഡോട്ട് എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ അല്ലേ. ഇവിടെ നമ്മൾ ചെയ്ത് ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ, ബുക്ക് 1-ൻ്റെ ടൈറ്റിൽ എന്നുള്ള ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ബുക്ക് 1-ൻ്റെ ടൈറ്റിൽ എന്നുള്ള ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തില്ല. എന്താ കോപ്പി? സി പ്രോഗ്രാമിംഗ് കോപ്പി ചെയ്തു. സി പ്രോഗ്രാമിംഗ്. റെഡി. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ അടുത്ത കോപ്പി ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പം അത്രയാണ് അതിലുള്ള കാര്യങ്ങൾ.
ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് സെക്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വാല്യൂസ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സ്ട്രക്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം, ആർഗ്യുമെൻ്റ് ആയിട്ട് ഫംഗ്ഷൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ, ഇപ്പോൾ പ്രിൻറ്റ് ബുക്ക് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, സ്ട്രക്ട് ബുക്സ് എന്നുള്ള പേരിൽ തന്നെ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇൻഡ് എന്നുള്ളതിൻ്റെ പകരം എന്ത് കൊടുത്താൽ മതി, സ്ട്രക്ട് ബുക്സ് എന്ന് കൊടുക്കാം. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇൻഡ് എക്സ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യും നോർമലി അല്ലേ. ഓക്കെ, അതായത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ് ആര്, എക്സ്. അതുപോലെ ഇൻറ്റു വൈ, റെഡി. അതേപോലെ തന്നെയാണ് ഈ ഇൻറ്റിൻ്റെ പകരമാണ് ആരുള്ളത്, സ്ട്രക്ട് ബുക്സ് എന്നുള്ളത്. സ്ട്രക്ട് ബുക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പാണ്. എന്ത് ഡാറ്റ ടൈപ്പ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ ടൈപ്പാണ് അല്ലേ. അതിൻ്റെ ഒരു വേരിയബിളാണ് ആര്, ബുക്ക് 1 ബുക്ക് 2 ഒക്കെ. ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നുള്ള പോലെ ബുക്ക് 1 ബുക്ക് 2 എന്നുള്ള ആരാണ് ഇതിൻ്റെ പിന്നെ വേരിയബിൾസ് ആണ്. ഓക്കെ, പക്ഷേ ഇതിലൊക്കെ നമുക്ക് എന്തൊരു എക്സ് മാത്രമുള്ളത് പെർസെൻറ്റേജ് ഡി വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷെ ഇവിടെ ബുക്കിൻ്റെ അകത്ത് എന്തുണ്ട്, വേറെയും കുറേ ആളുകളുള്ളത് കൊണ്ട് മെമ്പേഴ്സിലുണ്ട്. ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യണം, ബുക്ക് 1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ബുക്ക് 2 എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിലുള്ള മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണം. അതാണ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാറ്. മെമ്പേഴ്സിനെ നമ്മൾ ഉപയോഗിക്കുക, അതായത് അതിൻ്റെ അകത്തേക്ക് വാല്യൂ ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് വാല്യൂ എടുക്കുക, അത് നമ്മൾ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇനി നമുക്ക് പോയിന്റേഴ്സ് യൂസ് ചെയ്യാം സ്ട്രക്ചേഴ്സിന്. അതിന് മുന്നേയിട്ട് വേറൊരു സാമ്പിൾ നമുക്ക് നോക്കാം. എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ n നമ്പർ ഓഫ് എംപ്ലോയീസിന് ഓക്കെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ്റെ അകത്ത് സ്ട്രക്ട് എംപ്ലോയീസ് ഡിക്ലെയർ ചെയ്തു. ഒരു എംപ്ലോയിക്ക് എന്തുണ്ട്, പേരുണ്ട്, എംപ്ലോയിക്ക് ID ഉണ്ട്, സാലറി ഉണ്ട്, 3 കാര്യങ്ങളുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് എന്നാൽ നമ്മൾ 100 എംപ്ലോയീസിന് അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ ഒബ്ജക്റ്റുകളുടെ ആരെ ക്രിയേറ്റ്, അപ്പോൾ നേരത്തെ നമ്മൾ ബുക്ക് 1 ബുക്ക് 2 ബുക്ക് 3 അങ്ങനെ ചെയ്തില്ലേ. അതിൻ്റെ പകരം നമ്മൾ എന്താണ് 100 ബുക്കുകൾ ഒരുമിച്ച് ചെയ്യുന്ന പോലെ 100 എംപ്ലോയീസിന് ഒരുമിച്ച് എന്ത് ചെയ്യാണ്, ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര എംപ്ലോയീസ് ആണ്, അപ്പോൾ 100 വേണമെന്നില്ല, അപ്പോൾ 50 മതി, 5 മതി. അപ്പോൾ എന്ത് ചെയ്യുക, അതിലേക്ക് റീഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ റീഡ് ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ n എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 നമ്മൾ എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 പേര് എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് റീഡ് ചെയ്യുക. അപ്പോൾ അത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് എൻ്റർ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നാണ്. അപ്പോൾ ഞാനിവിടെ 2 കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സീരിയൽ നമ്പർ 0 എൻ്റർ നെയിം, ആളുടെ പേര് ചോദിക്കണം, എംപ്ലോയിൻ്റെ ID. ഓക്കെ, സാലറി. ഓക്കെ, അടുത്ത ആളുടെ നെയിം. ഓക്കെ, ആളുടെ ID, ആളുടെ സാലറി. ഓക്കെ, ഇനി അതിന് ശേഷം എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അപ്പം എംപ്ലോയി 1ൻ്റെ ഓക്കെ, അതായത് നമ്മൾ അറേയാണ് കൊടുത്തിട്ട് എംപ്ലോയിൻ്റെ, അപ്പോൾ EMP ഓഫ് 100 കൊടുത്തില്ല. അപ്പോൾ EMP ഓഫ് 0 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആദ്യത്തെ ആളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. അങ്ങനെ നമുക്ക് എത്ര ആളുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ശരിക്കും നമ്മളത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയലിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മുൻകാലങ്ങളിലുള്ള സോഫ്റ്റ്വെയർസ്. ഓക്കെ, അപ്പം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബട്ടണും കാര്യമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് വരുന്നതിന് മുന്നുള്ള സോഫ്റ്റ്വെയർസിന് ഇങ്ങനെ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ബ്ലാക്ക് സ്ക്രീനിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്യുക, ആ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, സ്റ്റോർ. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ സേവ് ചെയ്യുന്നൊരു നമ്മളിവിടെ കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഫയൽസിൻ്റെ ഏരിയയിലാണ് കുറച്ച് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒറ്റ ലൂപ്പ് വെച്ചു, n വരെ കറങ്ങുന്നത്. എന്നിട്ട് ഓരോ എംപ്ലോയീസിൻ്റെ വാല്യൂ റീഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ 0 എൻ്റർ ദി നെയിം, സ്കാൻ ഓഫ് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ EMP ഓഫ് 100 ഉണ്ടല്ലോ, അതിൽ ആദ്യത്തേത്. അപ്പോൾ EMP ഓഫ് 0യിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ റീഡ് ചെയ്യുക, യൂസർ എൻ്റർ ചെയ്യുന്ന നെയിം റീഡ് ചെയ്യുക. എംപ്ലോയിൻ്റെ ID എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ എന്താ, ഇപ്പോൾ EMP ഓഫ് 0യിലേക്ക് തന്നെ ഇടുക. ഓക്കെ, അതായത് എംപ്ലോയീസിൻ്റെ അകത്ത്
അപ്പോൾ നമ്മളിവിടെ കണ്ടല്ലോ നെയിം എംപ്ലോയി ഐ ഡി സാലറി അല്ലേ. അപ്പോൾ EMP ഓഫ് 0.name എന്ന് പറഞ്ഞാൽ അല്ലേ 0th നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ അല്ലേ നമ്മൾ പറഞ്ഞു book 1 എന്ന് പറഞ്ഞ പോലെ എംപ്ലോയീസ് ആണ് ഇവിടെ വരിക. ഓക്കെ, എംപ്ലോയി 0, എംപ്ലോയി 1 എക്സെട്ര അങ്ങനെ വരിക. ഓക്കെ, എംപ്ലോയി 0, ഓക്കെ, എംപ്ലോയി 1, എംപ്ലോയി 1. അപ്പോൾ ഇവിടെ എംപ്ലോയി ഓഫ് 1 ഇങ്ങനെയാണ് അതിൻ്റെ പേര് വരിക. ഓക്കെ, ഇവിടെ ആണെങ്കിൽ എംപ്ലോയി ഓഫ് 0 ഇങ്ങനെയാണ് പേര് വരിക. അപ്പോൾ ഇതിൽ ഓരോ ആളുകൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? EMP ഓഫ് 0 ഡോട്ട് കൊടുക്കണം. ഓക്കെ, EMP ഓഫ് 0 ഡോട്ട്. അപ്പം എംപ്ലോയി ഓഫ് 0 ഡോട്ട് നെയിം എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഓരോരുത്തരെ റീഡ് ചെയ്യും, അവരുടെ നെയിം റീഡ് ചെയ്യും, ID റീഡ് ചെയ്യും, സാലറി റീഡ് ചെയ്യും. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്ര പ്രാവശ്യം റീഡ് ചെയ്യും. അങ്ങനെ ഫുള്ള് റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ആ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. അതിന് വീണ്ടും നമ്മൾ വേറെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. അതിൽ 0 മുതൽ n വരെ i++. എന്നിട്ട് എന്ത് ചെയ്യാം? ഓരോരുത്തരുടെ എന്ത് EMP ഓഫ് 0 ഡോട്ട് നെയിം, EMP ഓഫ് 0 ഡോട്ട് എംപ്ലോയി ID, EMP ഓഫ് 0 ഡോട്ട് സാലറി. അതായത് 0th എംപ്ലോയിൻ്റെ നെയിം ID സാലറി നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. അടുത്ത EMP ഓഫ് 1 ആവും. 1 ഡോട്ട് നെയിം എംപ്ലോയി ID സാലറി അങ്ങനെ വരും. അപ്പം എത്ര എംപ്ലോയീസ് ഉണ്ടെങ്കിലും അവരുടെ എല്ലാം റീഡ് ചെയ്യും. നമുക്ക് ലാബിൽ ചെയ്യാനുള്ള പ്രോഗ്രാമാണിത്. ഓക്കെ, അപ്പം ഇതിൽ കണക്ട് ചെയ്ത് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 എംപ്ലോയീസ് ആണെങ്കിൽ എംപ്ലോയി നമ്പർ 1, എംപ്ലോയി നമ്പർ 2, എംപ്ലോയി നമ്പർ 3. 3 പേരുടെ എന്ത് ചെയ്തു? ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ വേറൊരു യൂസ്. ഓക്കെ, ഒരുപാട് റിലേറ്റഡ് ഡാറ്റ ശരിക്കും ഡാറ്റാബേസിലൊക്കെ ഈ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുക. അതായത് ഡാറ്റകൾ ഒരുപാട് സ്റ്റോർ ചെയ്യുന്നൊരു എന്താ പറയുക ഒരു സ്ട്രക്ചറാണ് ഡാറ്റാബേസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഇതുപോലെ സ്ട്രക്ചർ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക? അത് ചെയ്യുക. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ സിയിൽ ചെയ്യുന്ന രൂപമാണിത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്ട്രക്ചർ യൂസിങ് പോയിൻറ്റേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ട അതേ എക്സാമ്പിൾ തന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിൻറ്റേഴ്സ് ആണ്. പോയിൻറ്റേഴ്സ് ആണ് അത്ര ഡിഫറൻസ് വരുള്ളൂ. നേരത്തെ നമ്മൾ ഈ ഒരു ബുക്കിൻ്റെ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ സ്ട്രക്ട് ബുക്സ് book 1 എടുത്തിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണം. പോയിൻ്റർ ആയിട്ടാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോയിൻ്റർ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സ്പീഡ് കൂടുതലായിരിക്കും. നമുക്ക് ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യാം. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേതൊന്നും പറ്റില്ല. നമ്മൾ സ്ട്രക്ട് ബുക്സ് book 1 book 2 എന്ന് പറഞ്ഞാൽ കുറച്ച് ബുക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന രൂപമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെല്ലോക്ക് എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ഓക്കെ, മെല്ലോക്ക് എന്ന് പറഞ്ഞാൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, എങ്ങനെയാണ് വരാം? മെല്ലോക്കിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ബൈറ്റാണ് നമുക്ക് മെമ്മറി അലോട്ട് ചെയ്യേണ്ടത് ആ ബൈറ്റിൻ്റെ എണ്ണം നമ്മൾ കൊടുക്കുമ്പോൾ 4 എടുത്ത് 4 ബ്ലോക്ക് വരും. 4 ബൈറ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പം എത്ര ബൈറ്റാണോ ഈ സ്ട്രക്ട് ബുക്കിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടത് അത്രയാണ് ശരിക്കും നമുക്ക് വേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50, 100, 200, 204 വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതിന് പകരം എന്ത് ചെയ്യുക? സൈസ് ഓഫ് എന്നുള്ളൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഏത് ടൈപ്പാണ് കൊടുത്തത് അതിൻ്റെ സൈസ് എത്ര ബൈറ്റാണെന്നുള്ള നമുക്ക് ഇതുപോലെ കിട്ടും. ഇപ്പോൾ 4 ആണ് 4 കിട്ടും, 204 ആണ് 204 എന്നൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ഇൻറ്റിൻ്റെ സൈസ് 4 ആണെങ്കിൽ 4 എന്ന് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സൈസ് ഓഫ് സ്ട്രക്ട് ബുക്സ് എന്ന് കൊടുത്താൽ എത്ര ബൈറ്റ് ഉണ്ടോ ആ സൈസ് ഇവിടെ കിട്ടും. അത് നമ്മൾ മെല്ലോക്കിൻ്റെ അകത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, മെല്ലോക്ക് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്താണ് നമുക്ക് ഇവിടെ ആ വാല്യൂ കിട്ടും. അപ്പോൾ അത്രയും സൈസുള്ള ഒരു ബ്ലോക്ക് നമുക്കിവിടെ കിട്ടുകയാണ് ചെയ്യുക. ആ ബ്ലോക്കിന് നമ്മൾ കാസ്റ്റ് ചെയ്യണം. അതായത് ഈ book 1 അലോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന രൂപമാണ്. അതായത് ഇവിടെ ഒരു അഡ്രസ്സാണ് കിട്ടുക നമുക്ക്. അങ്ങനെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്രസ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ അഡ്രസ്സിന് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് book 1 കൊടുക്കണം. അപ്പോൾ book 1 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താ book 1 എന്നുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യും. ഇവിടെ എംപ്ലോയി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ book 1 എന്നുള്ളൊരു സംഭവം ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി ആ book 1 നമുക്ക് യൂസ് ചെയ്യാം. ആ book 1 യൂസ് ചെയ്തപ്പോൾ നേരത്തെ യൂസ് ചെയ്ത് അതേപോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. നേരത്തെ നമ്മൾ ഡോട്ടാണ് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഓരോ മെമ്പേഴ്സിനെയും. ഇവിടെ ആക്സസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക
ആരോ കീ ആണ്. ആരോ കീ നമുക്ക് കീബോർഡ് ഡയറക്റ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് എന്നുള്ള ആ സിമ്പിളും ഗ്രേറ്റർ എന്നുള്ള സിമ്പിളും കൂടി എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. അപ്പോൾ ബുക്ക് 1ൻ്റെ അകത്തുള്ള ടൈറ്റിൽ കിട്ടണ നമ്മൾ എന്ത് ചെയ്യും, ബുക്ക് 1 ഡോട്ട് ടൈറ്റിലിന് പകരം ബുക്ക് 1 ആരോ, ഓക്കെ, അതായത് ഹൈഫൺ ഗ്രേറ്റർ ദൻ സിമ്പിൾ ആരോ ടൈറ്റിൽ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബുക്ക് 1ൻ്റെ അകത്തുള്ള ആ ഒരു പെർട്ടിക്കുലർ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ബുക്ക് 1 ആണെങ്കിൽ ബുക്ക് 1ൻ്റെ അകത്തുള്ള ഫസ്റ്റ് ഏരിയ കിട്ടണം നമുക്ക് എന്ത് ചെയ്യും, ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സി പ്രോഗ്രാമിംഗ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, സി പ്രോഗ്രാം എന്നുള്ള വാല്യൂ ആഡ് ചെയ്തു. രണ്ടാമത്തെ ബുക്ക് 1 ഡോട്ട് ഓതർ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് വാല്യൂ ഇവിടേക്ക് ആഡ് ചെയ്തു, ബുക്ക് 1 ഡോട്ട് ഓതർ. മൂന്നാമത്തെ വാല്യൂ ബുക്ക് 1ൻ്റെ അകത്ത് സബ്ജക്റ്റ്, ഓക്കെ, ബുക്കിൻ്റെ അകത്ത് സബ്ജക്റ്റ് കൊടുത്തു. ഇനി ബുക്ക് 1ൻ്റെ അകത്ത് ഐ ഡി നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂ കൊടുത്താൽ അതവിടെ ഫില്ലാവും. റെഡി. ഇനി നമുക്ക് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ഉള്ള അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബുക്ക് 1ൻ്റെ ഡീറ്റെയിൽസ് ആണ് എന്ന് പ്രിൻ്റ് എഫിൻ്റെ അകത്ത് കൊടുത്തു. എന്നിട്ട് ബുക്ക് 1 ഡോട്ടിൻ്റെ പകരം ഇവിടെ എന്ത് ചെയ്യും, ഹൈഫൺ യൂസ് ചെയ്യും. ഓക്കെ, റൺ ചെയ്താൽ നമ്മൾ വാല്യൂസൊക്കെ ഓൾറെഡി അവിടെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടൈറ്റിൽ, ഓതർ, സബ്ജക്റ്റ്, ബുക്കിൻ്റെ ഐ ഡി എന്നൊക്കെ. അപ്പോൾ അതവിടെ എന്ത് ചെയ്തു, പ്രിൻ്റ് എഫിൽ പ്രിൻ്റായിട്ട് വന്നു. ഇവിടെ പ്രിൻ്റായിട്ട് ഇതെല്ലാം പ്രിൻ്റായിട്ട് വന്നു. അപ്പോൾ അതാണ് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പരിചയമില്ലാത്ത ഒരു ഏരിയ ഇതായിരിക്കും. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുക മെല്ലോക്ക് എന്നുള്ള ഫംഗ്ഷനാണ്. മെല്ലോക്കിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, നമുക്ക് സൈസ് കിട്ടണം. അപ്പോൾ ഇവിടെ സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. സൈസ് ഓഫ് ആരുടെ സൈസ് നമുക്ക് കിട്ടേണ്ടത്, ഇയാളുടെ സൈസാണ് കിട്ടുന്നത് അല്ലേ, സ്ട്രക്ട് ബുക്സ്. അപ്പോൾ ഇയാളവിടെ കൊടുക്കും, സ്ട്രക്ട് ബുക്കിൻ്റെ സൈസ് കിട്ടണം. ഓക്കെ, ഇനി അതിനെ കാസ്റ്റ് ചെയ്യണം. അപ്പം ഒരു പോയിൻ്റ് റേറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർ ബുക്ക് എന്നുള്ള പോയിൻ്റ് റേറ്റ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ട് ബുക്സിൻ്റെ ഇത് കോപ്പി ചെയ്യാം, ലൈൻ നമ്പർ 14 പേസ്റ്റ് ചെയ്യാം. സ്റ്റാർ ബുക്സിൻ്റെ ഒരു പോയിൻ്റ് റേറ്റ് എന്ത് ചെയ്തു, നമ്മളതിനെ കൺവേർട്ട് ചെയ്തു. അതായത് ഡൈനാമിക്കലി അലോട്ട് ചെയ്യണം. കൂടുതൽ ഡെപ്തിൽ നമ്മളിത് തൽക്കാലം പറയുന്നില്ല. ഓക്കെ, ബുക്ക് 1 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ബുക്ക് 1 കൊടുത്ത് നമുക്ക് ബുക്ക് 2 ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബുക്ക് 2. ഓക്കെ, അത് നമുക്ക് എത്ര ബുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബുക്ക് 2 നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ബുക്ക് 2 എന്നിവിടെ കൊടുക്കണം. കാരണം അത് ഒരു സ്ട്രക്ട് ബുക്കിൻ്റെ പോയിൻ്റാണെന്ന് ആൾറെഡി പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോഗ്രാമിൽ എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ യൂസ് ചെയ്യാം. സാധാരണ സീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷൻസ് എല്ലാം സ്റ്റാർട്ടിങ്ങിലേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്ട്രക്ട് ബുക്ക് 4 ബുക്സ് സ്പേസ് B4. ഓക്കെ, അത് കൊടുത്തു. ഇങ്ങനെയുള്ള ഇത് ഡിക്ലറേഷൻ ആണ്. ഇത് പോയിൻ്റർ ഡിക്ലറേഷൻ അല്ല, ഡയറക്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത രൂപം ഡൈനാമിക്കലി നമുക്ക് എവിടെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്താൽ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിക്ലറേഷൻസ്. ഇപ്പോൾ ഇൻഡെക്സ് എന്നൊക്കെ ഉള്ളത്, ഇൻഡെക്സിൽ നമുക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യാം അല്ലേ. പക്ഷെ ഇൻഡെക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, താഴെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സീൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സമയത്ത് ഡൈനാമിക് അലോക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി അലോട്ട് ചെയ്താൽ മതി. മെമ്മറി അവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കൂല. ഓക്കെ, അപ്പം ഈ ഒരു കേസിലാണ് നമുക്കിപ്പോൾ ബുക്ക് 4 എന്നുള്ള ബുക്ക് 100 നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യണം, അത്രയും സൈസ് അവിടെ അലോട്ടായിട്ട് കിടക്കും. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ പോയിൻ്റർ യൂസ് ചെയ്താൽ ആ വേസ്റ്റേജ് നമുക്ക് അത്രയും കുറക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, മെമ്മറി അലോട്ട് ചെയ്താൽ മതി. മെമ്മറി അലോക്കേഷൻ ചെയ്യാനുള്ളതാണ് കോഡാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ള കോഡ്. ഓക്കെ, മെമ്മറി അലോക്കേറ്റ് ചെയ്യാം, അലോക്കേഷൻ ഡൈനാമിക്കലി. അതായത് ബ്ലോക്കുകൾ എന്ത് ചെയ്യും, മെമ്മറിൻ്റെ അകത്ത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു കോഡ് വിളിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെമ്മറിൻ്റെ അകത്ത് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ മാത്രമേ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. മെമ്മറിൻ്റെ അകത്ത് അതിൻ്റെ സ്ഥലം എന്തുണ്ടാവില്ല, അലോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ബിൽഡിങ്ങിൻ്റെ ബ്ലൂ പ്രിൻ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് വിചാരിക്കുക. ഓക്കെ, ബിൽഡിങ്ങിന് എത്ര തട്ടുണ്ട്, എത്ര റൂമുകളുണ്ട്, ഓക്കെ, അതിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഓരോ സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഒരു വരേണ്ടി വരിക എന്നൊക്കെയുള്ള സ്ട്രക്ചർ ബ്ലൂ പ്രിൻ്റ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ബിൽഡിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ മെമ്മറിൻ്റെ അകത്ത് ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യപ്പോഴാണ് ഈ ഒരു കോഡ് വിളിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, മെമ്മറിൻ്റെ അകത്ത് ഈ ആ ഒരു രൂപം വെച്ചിട്ട് എന്ത് ചെയ്യുക, മെമ്മറിൻ്റെ അകത്ത് സ്ഥലം അലോട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ബിൽഡിംഗ് സ്ഥലം അലോട്ട് ചെയ്ത് മുറിച്ചിട്ട് അവിടെ എന്താ പറയുക, ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ മെമ്മറിൻ്റെ അകത്ത് ആ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യപ്പോഴാണ് ഈ ഒരു കോഡ് വിളിക്കുമ്പോഴാണ്.
ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നമുക്ക് ആ ഓരോ ബിൽഡിംഗ് അപ്പോൾ ബിൽഡിങ്ങിലെ ഓരോ സ്ഥലത്ത് എന്തൊക്കെ വെക്കണം. ഇപ്പം ഫസ്റ്റ് ബ്ലോക്കിൽ അല്ലേ, ഫസ്റ്റ് നിലയിൽ സി പ്രോഗ്രാം എടുത്ത് വെച്ചു, ഒരു ഇമാജിനറി പറയണം. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ സി പ്രോഗ്രാം, സെക്കൻഡ് ബ്ലോക്കിൽ മൈ ഓദർ അല്ലെ, ഓരോ സംഭവം എടുത്ത് വെക്കാം. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടാക്കിയതിന് ശേഷം ലാൻഡിൽ, അതായത് നമ്മുടെ മെമ്മറിൻ്റെ അകത്ത് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഓരോന്ന് വേണ്ട കാര്യങ്ങൾ എടുത്തു വെക്കാം. ഓക്കെ, നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം. അത്ര ആ ബ്ലൂ പ്രിൻ്റ് വെച്ച് എത്ര ബിൽഡിങ്ങുകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ബുക്ക് 1 ബുക്ക് 2 ബുക്ക് 3 പോലെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിന് അതേപോലെ തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു ബ്ലോക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഓവർ റൈറ്റ് ആയി പോകും. അതായത് നമ്മൾ സ്ട്രക്ചറിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരുപാട് ബ്ലോക്സ് ഉണ്ടാവുന്ന പറഞ്ഞാൽ നമുക്ക് എല്ലാ ബ്ലോക്സും യൂസ് ചെയ്യാം. പക്ഷേ യൂണിയനിൽ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ, ഇപ്പം യൂണിയനിൽ നമ്മൾ എംപ്ലോയി ഡിക്ലെയർ ചെയ്താൽ, ഇതിൽ നമ്മൾ ഒരുപാട് ബ്ലോക്കുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് ഒന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഏതാണ് വലിയ സൈസുള്ള ബ്ലോക്ക്, ആ ഒരു ബ്ലോക്കിൻ്റെ സൈസിലാണ് എന്ത് ചെയ്യുക, ആൾറെഡി യൂണിയനെ ക്രിയേറ്റ് ചെയ്തിടാം. ഓക്കെ, ഇവിടെ യൂണിയൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാൽ ഇവിടെ ഒറ്റ ബ്ലോക്കായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിടാം. ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഇതിന് കുറച്ച് പാർട്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ സ്റ്റിൽ ഇപ്പോൾ എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി സാലറി ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ എംപ്ലോയി ID കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എംപ്ലോയി IDക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്താണുള്ളത് അത് ഇവിടെ ഫുൾ ഫില്ല് ചെയ്യും. ഓക്കെ, നമുക്ക് എത്ര ഫീൽഡ് ആവശ്യമുണ്ടോ ആ ഫീൽഡിൽ അവിടെ എന്ത് ചെയ്യും, ഫില്ല് ചെയ്ത് വെക്കും. നമ്മൾ എംപ്ലോയി പിന്നെ സാലറി എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 3 ബ്ലോക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 3 ബ്ലോക്കിൽ എന്ത് ചെയ്യും, ഡാറ്റ ഇതിന് ഓവർ റൈറ്റ് ചെയ്യും. ഇനി പിന്നെ എംപ്ലോയിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ഒന്ന് വിചാരിക്കാം, മൂന്നാമത്തേത്. അപ്പോൾ എന്ത് ചെയ്യും, ഏതാണ് ആവശ്യമില്ലാത്തത് അതവിടെ ഫില്ല് ചെയ്ത് വെക്കും. ഓക്കെ, ആവശ്യമില്ലാത്തത് അതവിടെ റിമൂവ് ചെയ്യും. അപ്പം നേരത്തെ ഉള്ളതിൽ സ്ട്രക്ചറിൽ നമ്മൾ കണ്ട രൂപം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 4 ബ്ലോക്കിന് വേണ്ടിയിട്ട് സ്ഥലം എടുത്തിട്ടുണ്ടെങ്കിൽ 4 ബ്ലോക്കിൻ്റെ സ്ഥലം അവിടെ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, അപ്പം 4 ബൈറ്റിലെ 4 16 ബൈറ്റ് എന്താ അലോട്ട് ചെയ്തിടും. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സൈസ് ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ലൈക്ക്, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയാം, യൂണിയൻ ഡാറ്റ. ഓക്കെ, അപ്പോൾ അത് ഇൻറ്റായി ഫ്ലോട്ട് F പിന്നെ ക്യാരക്ടർ 20. അപ്പോൾ 20ആണ് ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, 20 സൈസ് ഉള്ളത് ആൾറെഡി ഫുൾ അലോട്ട് ചെയ്ത് വെക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് INT ആണെങ്കിൽ അതിൽ നമുക്ക് 2 ആവശ്യമില്ലെങ്കിൽ കുറച്ച് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ കുറച്ച് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ബാക്കിയുള്ളത് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഓക്കെ, ഇനി നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലുമാണെങ്കിൽ എന്ത് ചെയ്യും, അത് 2 യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടിൻ്റെ 2 വേണമെങ്കിൽ 2 ബ്ലോക്ക് യൂസ് ചെയ്യും. ഇനി സ്റ്റിയർ ഓഫ് 20 വന്നു. ഇനി 20 ഫുൾ യൂസ് ചെയ്യണമെങ്കിൽ 20 ഫുൾ എന്ത് ചെയ്യും, വേറെ ഡാറ്റ എടുത്തിട്ട് അത് ഓവർ റൈറ്റ് ചെയ്യും. ഓക്കെ, പഴയപ്പെട്ട ഡാറ്റ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. യൂണിയൻ്റെ ഡിക്ലറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രക്ചർ പോലെ തന്നെയാണ്. അതിൻ്റെ മെമ്പേഴ്സ് അകത്ത് കൊടുക്കുക, യൂണിയൻ എന്ന് പേരെ യൂസ് ചെയ്യാം. ഓക്കെ, സ്ട്രക്ചർ എന്നുള്ള പേര് യൂസ് ചെയ്യില്ല, പകരം യൂണിയൻ യൂസ് ചെയ്യാം. അപ്പോൾ യൂണിയൻ ഡാറ്റ. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട വേരിയബിൾസ് കൊടുക്കാം. ഓക്കെ, ക്ലോസ് ചെയ്യാം. പേര് നമുക്ക് ഇവിടെ ഇപ്പം ഈ ഒരു യൂണിയൻ്റെ ഒരു വേരിയബിൾ, ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞ പോലെ ഒരു എക്സ് എന്നുള്ളൊരു വേരിയബിൾ പോലൊരു സംഭവം ഡിക്ലെയർ ചെയ്ത് ഡാറ്റ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ലൈനിലും ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ അതിൻ്റെ ഒരു ഇതാ കാണിക്കുന്നു. ഇപ്പോൾ ഒരു ഡാറ്റ എന്നുള്ളത് ഡിക്ലെയർ ചെയ്തു, INT ഫ്ലോട്ട് F. ഓക്കെ, ക്യാരക്ടർ 20 എന്നുള്ളത്. ഇനി അതിൻ്റെ ഒരു മെമ്പർ ഡിക്ലെയർ ചെയ്തു, യൂണിയൻ ഡാറ്റ. ഇത് INT X എന്ന് പറയുന്ന പോലെ, INT എന്ന് പറഞ്ഞാൽ ഈ സംഭവം, X എന്ന് പറഞ്ഞാൽ ഇത്. അതായത് യൂണിയൻ ഡാറ്റ എന്നുള്ള ഈ യൂണിയൻ്റെ ഒരു വേരിയബിളാണ് ആര്, ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് വാല്യൂസ് ഡ്രോപ്പ് ചെയ്യും എടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ യൂണിയൻ അഡ്രസ് എന്നുള്ളൊരു യൂണിയൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലാബിൽ ചെയ്യാനുള്ളൊരു പ്രോഗ്രാം കൂടിയാണിത്. അപ്പോൾ നമ്മൾ 20 എന്നുള്ള സൈസ് എന്ത് ചെയ്തു, ഹാഷ് ഡിഫൈൻ വെച്ച് ഡിക്ലെയർ ചെയ്തു. അതായത് C സൈസ് എന്നുള്ളത് ഇനി എവിടെ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്താണ്, 20 എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിയൻ ഡിക്ലെയർ ചെയ്യണം. യൂണിയന്
യൂണിയൻ്റെ പേര് അഡ്രസ്സാണ്. ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അതിനകത്ത് പിന്നെ നെയിം, ഹൗസ് നെയിം, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, എക്സെട്ര ഇതിനെല്ലാം നമ്മൾ 20 സൈസ് കൊടുക്കണം. 20 ഇവിടെ ഉണ്ട്. അതാണ് C_size എന്നുള്ള നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, കമ്പയർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ഈ C സൈസ് എന്ന് കാണുന്ന എല്ലാ സ്ഥലത്തും 20 എന്ന് വെച്ചിട്ട് ടെക്സ്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യും. അതാണ് ഹാഷ് ഡിഫൈൻ്റെ പ്രത്യേകത കേട്ടോ. നമുക്കാണെങ്കിൽ ഡയറക്റ്റോട് 20 കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, റെഡി. ഇനി ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ യൂണിയൻ്റെ ഈ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് person1 കൊടുത്തു. ഓക്കെ, അപ്പോൾ person1 എന്നുള്ളത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി എൻ്റർ അഡ്രസ് ഓഫ് പേഴ്സൺ. ഓക്കെ, ഇനി ആളെ അഡ്രസ്സ് നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ റീഡ് ചെയ്യാം. അപ്പോൾ എൻ്റർ നെയിം, ഹൗസ് നെയിം, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ് ഓരോന്ന് ചോദിക്കുകയാണ്. ഇതിലെല്ലാം സ്കാൻ ചെയ്യാം. അപ്പം നെയിം എന്നുള്ള നമ്മൾ എന്ത് ചെയ്തു, person1.name റീഡ് ചെയ്തു. അതായത് ഇതിൽ ഫസ്റ്റത്തെ ഫീൽഡൊക്കെ റീഡ് ചെയ്തു. പേഴ്സൻ്റെ ഹൗസ് നെയിം നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തേക്ക് റീഡ് ചെയ്തു. അങ്ങനെ ഓരോന്ന് റീഡ് ചെയ്തു, എല്ലാം റീഡ് ചെയ്തു. നമ്മൾ ഡീറ്റെയിൽസ് കാണിക്കാൻ നോക്കിയാൽ നമുക്കിവിടെ നോക്കാം. നമ്മളെല്ലാതും ഡീറ്റെയിൽസ് നേരത്തെ സ്ട്രക്ചർ ഉപയോഗിച്ച പോലെ അതായത് പ്രിൻ്റ് ചെയ്യണം. അഡ്രസ് ഡീറ്റെയിൽസ് ഇറങ്ങി പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ നമുക്ക് നോക്കാം. എൻ്റർ നെയിം SS, ഹൗസ് നെയിം FF, GG, പിൻകോഡ് 33. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ, നമ്മൾ ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്യുമ്പോൾ എല്ലാ ഔട്ട്പുട്ടും വന്ന് നിൽക്കുന്നത് എന്താണ്, 33 എന്നുള്ളതാണ് അല്ലേ. കാരണം നമ്മൾ ലാസ്റ്റ് അടിച്ചത് എന്താ, 33 എന്നാണ്. സംഭവിച്ചെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരുപാട് ഫീൽഡുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും അവസാനം കൊടുത്ത ഡീറ്റെയിൽ ഏതിൻ്റെയാണോ അത് മാത്രമേ എന്തുള്ളൂ അവിടെ നിലനിൽക്കുള്ളൂ. ബാക്കിയുള്ളത് അവിടെ നിലനിൽക്കും, അതെല്ലാം ഓവർ റൈറ്റ് ആയിട്ട് പോകും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഇവിടെ കേസിൽ നമ്മൾ അവസാനം റീഡ് ചെയ്തതാണ് പിൻകോഡാണ് അല്ലേ. അപ്പം ഇവിടെ മുന്നേ നമ്മൾ റീഡ് ചെയ്തെല്ലാം എന്ത് ചെയ്തു, ഓരോ പുതിയത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ പഴയത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേലെ ഇങ്ങനെ ഓവർ റൈറ്റ് പോകുന്നുണ്ട്. പഴയത് റിമൂവ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് ഈ പിന്നെ യൂണിയൻ്റെ പ്രത്യേകത. ഓക്കെ, സ്ട്രക്ചറിലാണ് ഇപ്പോൾ നമ്മൾ ഇതേ സംഭവം ഒരു യൂണിയൻ എന്നുള്ളതിൻ്റെ പകരം നമ്മൾ സ്ട്രക്റ്റാണ് കൊടുത്ത് വിചാരിക്കാം. യൂണിയൻ എന്നുള്ളതിൻ്റെ പകരം നമ്മളിവിടെ യൂസ് ചെയ്ത് സ്ട്രക്റ്റ് ആണെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്ക് ഈ പ്രശ്നം വരില്ല. ഓക്കെ, യൂണിയൻ പേഴ്സൺ എന്നുള്ളതിൻ്റെ പകരം നമ്മളിവിടെ സ്ട്രക്റ്റ് കൊടുത്തിട്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെൻഡർ നെയിം, ഹൗസ് നെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഡാറ്റ എന്തിട്ടുണ്ടാവും, കറക്റ്റ് വന്നിട്ടുണ്ടാവും. കാരണം നമ്മുടെ ഓവർ റൈറ്റിംഗ് ഒന്നുമില്ല. എത്ര സ്ഥലം കറക്റ്റ് വേണം അത്രയും സ്ഥലം അവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതിലാകുമ്പോൾ സ്ട്രക്ചറിലാവുമ്പോൾ. ഓക്കെ, അവിടെ ഡാറ്റ ഓവർ റൈറ്റിംഗ് ഒന്നുമില്ല. കണ്ടോ, ഇതിൻ്റെ രൂപത്തിൽ ഇത്ര മാത്രമേ മാറ്റുള്ളൂ. ഇവിടെ നമ്മൾ സ്ട്രക്റ്റ് എന്ന് യൂസ് ചെയ്യുന്നതിൻ്റെ പകരം യൂണിയൻ യൂസ് ചെയ്യും. ഇത് നമ്മളധികം മെമ്മറി സേവ് ചെയ്യുന്ന രൂപമൊക്കെ വേണമെങ്കിൽ, ഓക്കെ, ഒരുപാട് മെമ്മറി ഇല്ല, കുറച്ച് അറ്റ് എ ടൈം ഒന്നേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ വിചാരിക്കുക, എല്ലാം കൂടി ആവശ്യമില്ല. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, യൂണിയൻ യൂസ് ചെയ്യും, മെമ്മറി കൂടുതൽ വേസ്റ്റ് ചെയ്യാതെ. ഇപ്പോൾ എംബഡഡ് പ്രോഗ്രാമിംഗ് ഒക്കെ ആണെങ്കിൽ ഹാർഡ്വെയറിൻ്റെ അകത്ത് നമ്മൾ പ്രോഗ്രാം എംബഡ് ചെയ്യണം. അപ്പം പ്രോഗ്രാം ഏറ്റവും കുറച്ചായിരിക്കണം, ഏറ്റവും കുറച്ച് മെമ്മറി യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അങ്ങനെയുള്ള സിസ്റ്റത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും കുറവ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് യൂണിയൻ എന്നുള്ളത്. ഓക്കെ, എക്സാമ്പിൾ ഫോർ യൂണിയൻ ആൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിലിറ്റിയാണ്. ഓക്കെ, നമ്മളൊരു വേരിയബിൾ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്താൽ, ഇപ്പോൾ ഇൻറ്റ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്താൽ പ്രോഗ്രാമിൻ്റെ അകത്ത് അത് എവിടേക്കാണത് വിസിബിൾ ആവുക, ഓക്കെ, എന്നുള്ളതാണ്. അതുപോലെ എത്ര സമയം അത് നമുക്ക് കിട്ടും. ഓക്കെ, സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഉണ്ടാവുമോ, അതല്ല കുറച്ച് സമയത്തേക്കാണ് അത് അവൈലബിൾ ആവുള്ളൂ എന്നൊക്കെയുള്ളതാണ്. ഓക്കെ, ബേസിക്കലി നമുക്ക് 4 സ്റ്റോറേജ് ക്ലാസ്സുകളുണ്ട്. ഓക്കെ, സീൻ്റെ അകത്ത് ഓട്ടോ, രജിസ്റ്റർ, സ്റ്റാറ്റിക്, എക്സ്റ്റേൺ എന്നുള്ളത്. അപ്പോൾ ഈ ഓട്ടോ എന്നുള്ളത് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർമലി ഓട്ടോ മോഡിലാണ് വരും. ഓക്കെ, അപ്പോൾ ഇൻറ്റ് മൗണ്ട് എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഇൻറ്റ് എക്സ് എന്ന് കൊടുത്തു, അതല്ലെങ്കിൽ ഓട്ടോ ഇൻറ്റ് എക്സ് എന്ന് കൊടുത്തു. രണ്ടും സെയിം എഫക്റ്റാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓട്ടോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോൻ്റെ ലൈഫ് ടൈമും വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ അകത്താണ് ഉണ്ടാവുക. ഓക്കെ, നോർമൽ ആയിട്ടുള്ള പിന്നെ നമ്മുടെ ഡിക്ലറേഷൻ. ഓക്കെ, അതാണ് നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്നൊക്കെ പറയാം, ഓട്ടോ. ഓക്കെ,
അപ്പോൾ നോർമലി നമ്മൾ മെയിനിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡ് എക്സ് എന്ന് കൊടുക്കാറുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ. അതല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഫംഗ്ഷൻ വേണ്ടാത്ത ഇൻഡ് മാക്സ് ഈക്വൽ ടു 10 ഒരു ഫംഗ്ഷനാണ്, തുടങ്ങി അവസാനിച്ചു. അപ്പോൾ ഇതിനെല്ലാം പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരിയബിൾ വിസിബിലിറ്റി എവിടെ കാണപ്പെടും എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മാത്രമേ കാണപ്പെടുള്ളൂ, ഫംഗ്ഷൻ വണ്ണിൻ്റെ അകത്ത് മാത്രമേ കാണപ്പെടുള്ളൂ. മാക്സിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് എന്ത് കിട്ടൂല, നമുക്ക് ഈ മാക്സിന് കിട്ടൂല. ഓക്കെ, ഇനി അതുപോലെ മെയിനിൻ്റെ അകത്ത് നമ്മളൊന്ന് ഡിക്ലെയർ ചെയ്താൽ മെയിൻ്റെ അകത്ത് മാത്രമേ കിട്ടുള്ളൂ. ഓട്ടോ ആണെങ്കിൽ ഓട്ടോ എന്ന് പേര് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആവും. ഇൻഡ് നം എന്ന് കൊടുത്താലും ഓട്ടോൻ്റെ നം എന്ന് കൊടുത്താലും സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് മെയിനിൻ്റെ അകത്ത് മാത്രമാണ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ നമ്മളെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി നമ്മളെ ഫയൽ ഉണ്ടാവുക, പ്രോഗ്രാം ഉണ്ടാവുക. ഇപ്പോൾ സാമ്പിൾ 1.c എന്നാണെങ്കിൽ അതുണ്ടാവുക ഹാർഡ് ഡിസ്കിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഹാർഡ് ഡിസ്കിൽ അതുണ്ട്. ഇനി നമ്മളതിനെ എന്ത് ചെയ്തു, കമ്പൈൽ ചെയ്ത് വിചാരിക്കാം. ഓക്കെ, കമ്പൈലർ വെച്ചിട്ട് നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വിൻഡോസിലാണെങ്കിൽ നമുക്ക് സാമ്പിൾ 1.exe ഫയൽ കിട്ടും, എക്സിക്യൂട്ടബിൾ ഫയൽ കിട്ടും. ഓക്കെ, നമ്മൾ അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് റൺ ചെയ്യുമ്പോൾ ആ ഫയൽ എന്ത് ചെയ്യും, റാമിലേക്ക് ലോഡാവുകയാണ് ചെയ്യാം. ഓക്കെ, റാമിൽ ലോഡാവും. എന്നിട്ട് റാമിൽ ലോഡായതിനു ശേഷം അതിൻ്റെ ഓരോ ലൈൻ ബൈ ലൈൻ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നോർമലി നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക മെയിനിൽ നിന്നാണ്. മെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മെയിനിൽ നിന്ന് ഇങ്ങനെ ആ ഫയൽ ഇപ്പം ഇവിടെ ഇത് എക്സിക്യൂട്ടബിൾ കോഡാണ്, .exe ഫയലാണല്ലോ, ഈ കോഡാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിലിങ്ങനെ റൺ ചെയ്ത് പോകുമ്പം അപ്പം ഈ ലൈനിലെത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സിക്യൂട്ടബിൾ കോഡാണ്, മെഷീന് മനസ്സിലാണ് ഭാഷയാണ്. അപ്പം ഈ ലൈനിലെത്തിയാൽ എന്ത് മനസ്സിലായി, ഇൻഡ് എക്സിനെ ഡിക്ലെയർ ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എക്സിന് വേണ്ടിയിട്ട് റാമിൻ്റെ അകത്ത്, ഓക്കെ, നമ്മൾ റാൻഡം ആക്സസ് മെമ്മറിൻ്റെ അകത്ത് നമ്മൾ ഫോണിലൊക്കെ ഉണ്ടല്ലോ 2GB 4GB 6GB ഒക്കെ ഉള്ള റാം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ കമ്പ്യൂട്ടറിനകത്തുള്ള റാമിൻ്റെ അകത്ത് അവിടെയാണ് എന്ത് ചെയ്യാം, മെമ്മറിക്ക് വേണ്ടിയിട്ട് സ്ഥലം അലോട്ട് ചെയ്യുക. ഈ കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകുമ്പോൾ, ഓക്കെ, ആ ഫയൽ എക്സിക്യൂട്ട് ചെയ്ത് പോകുമ്പോൾ അപ്പോൾ ഇൻഡെക്സ് ഉണ്ട്, എക്സിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് അലോട്ട് ചെയ്തു, ഡിക്ലെയർ ചെയ്ത് വെച്ചു. അപ്പോൾ അതിന് എക്സ് ആണ്, അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ഇനി നമ്മൾ x = 10 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആ സ്ഥലത്ത് വന്നിട്ട് 10 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും, അവിടെ സ്റ്റോർ ചെയ്യും. റെഡി, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ മെയിനിൽ തുടങ്ങി അവസാനിക്കുന്ന വരെ എന്തുണ്ടാവും, ഈ എക്സ് ലൈവായിരിക്കും. കാരണം മെയിൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. മെയിന് തുടങ്ങി മെയിൻ അവസാനിക്കണവരെ ഉണ്ടാവും. ഓക്കെ, മെയിൻ അവസാനിച്ചാൽ പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ എക്സ് എന്നുള്ള വേരിയബിൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ എക്സിനെ നമുക്ക് കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേൻ്റെ അകത്ത്, ഡിസ്പ്ലേ എന്നുള്ള വേറെ ഫംഗ്ഷനാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി പ്രിൻറ്റ് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടില്ല. കാരണം അതിൻ്റെ വിസിബിലിറ്റി എവിടെ ഉള്ളൂ, മെയിനിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. കാരണം അത് ഓട്ടോ ഇൻഡ് എക്സ് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. അപ്പോൾ അതാണ് ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ കിട്ടുള്ളൂ. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ, ഇപ്പോൾ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ മെയിനിൽ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ എന്നുള്ള അവിടെ വരും, ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ച് മെയിനിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പ് എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെമ്പ് എന്നുള്ള വേരിയബിളിൻ്റെ ലൈഫ് ടൈം പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഫംഗ്ഷന് സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നത് വരെ. അതായത് ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ തുടങ്ങി ഇങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പോഴൊന്നും ആരില്ല, ഈ ഡിസ്പ്ലേ ഫംഗ്ഷനിൽ ടെമ്പിന് എന്തില്ല, സ്പേസ് എവിടെയും കൊടുത്തിട്ടില്ല, അലോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്ത് ഈ ഒരു ലൈനിൽ എത്തിയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഡിസ്പ്ലേ കിക്ക് സ്റ്റാർട്ട് ആവുക. ആ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും ടെമ്പ് എന്നുള്ള വേരിയബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെമ്പ് എന്നുള്ള വേരിയബിളിന് വേറെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും, ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്യും. ഇനി അതിലേക്ക് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യണം. അപ്പോൾ 10 എന്നുള്ള വാല്യൂ അവിടെ അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ എത്തി എക്സിറ്റായി തിരിച്ച് മെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവില്ല, ഇയാളുണ്ടാവില്ല. ഇവരെന്ത് ചെയ്യും, മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇത് ആവശ്യമില്ല. അപ്പം ആ ഫംഗ്ഷൻ എപ്പോൾ ലൈവായിരിക്കുന്നോ, ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ മാത്രമേ എന്തുള്ളൂ, ഓട്ടോമാറ്റിക് വേരിയബിളിൻ്റെ ലൈഫ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൻ്റെ പിന്നെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടാവുള്ളൂ. അതിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് തുടങ്ങി അവസാനിക്കുന്ന അകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ ലൈഫ് ടൈം പറഞ്ഞാൽ എത്ര ടൈം അത് ജീവിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടെമ്പ് ജീവിക്കുക, ഈ ഫംഗ്ഷൻ എക്സിക്യൂഷൻ തുടങ്ങി അവസാനിക്കുന്നവരെ മാത്രമേ ജീവിക്കുള്ളൂ. അതിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് എവിടെയൊക്കെ കാണപ്പെടുന്നുള്ളത് പറഞ്ഞാൽ ഈ ബ്ലോക്ക് തുടങ്ങി അവസാനിക്കുന്നതിൻ്റെ അകത്ത് മാത്രമേ എന്തുള്ളത് വിസിബിളായിട്ട് കാണുള്ളൂ. ഓക്കെ, ഇനി നമുക്കറിയാം CPU പ്രോസസ്സർ അല്ലേ. അപ്പം സാധാരണ എന്താ വെച്ചാൽ ഇപ്പം നമ്മളിവിടെ ഇനി ഇവിടെ 10 എന്നുള്ളത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഈ 10നെ എന്തെങ്കിലും ഉപയോഗിക്കുക വിചാരിക്കാം. അപ്പോൾ x = x+1
നമ്മളിവിടെ ഒരു കമാൻഡ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 അല്ലെങ്കിൽ എക്സ് പ്ലസ് പ്ലസ് എന്നുള്ളൊരു കമാൻഡ് കൊടുത്തു. അപ്പോൾ അങ്ങനെ കമാൻഡ് കണ്ടു കഴിഞ്ഞാൽ എന്താതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യണം. 10 എന്നുള്ള 11 ആവണം അല്ലേ. അപ്പോൾ ആ കമാൻഡ് വന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക പ്രോസസ്സറിൻ്റെ അകത്താണ്. പ്രോസസ്സറിൻ്റെ അകത്തുള്ള പണികൾ എന്തൊക്കെ? ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ് എക്സെട്ര എന്നുള്ള കമാൻഡുകൾ കൊടുക്കുക. അപ്പോൾ അതിനുള്ള വാല്യൂസ് എന്ത് ചെയ്യും? ഇവിടേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഈ 10 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും? ഇപ്പം ഈ AX എന്നുള്ള ഇപ്പം ഇത് രജിസ്റ്ററുകളാണ്. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ CPU-ൻ്റെ അകത്തുള്ള മെമ്മറിയാണ്. ഓക്കെ, വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറികൾക്ക് നമ്മൾ എന്താ പറയുക? രജിസ്റ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഒരുപാട് രജിസ്റ്റേഴ്സ്, കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്, എണ്ണപ്പെട്ട രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ രജിസ്റ്ററിലേക്ക് തൽക്കാലം എന്ത് ചെയ്യും? ആ വാല്യൂ മൂവ് ചെയ്യും. ഇപ്പോൾ 10 എന്നുള്ള വാല്യൂ 10 മൂവ് ചെയ്യും. എന്നിട്ട് വാല്യൂ നമുക്ക് ഇവിടെ എന്താ ചെയ്യണത്? 10 എക്സുകൾ 10+1. അപ്പോൾ 10ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പം ആഡ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കും അല്ലേ. 10ഉം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 1ഉം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 10ഉം 1ഉം കൂട്ടിയാൽ 11 എന്നുള്ള വാല്യൂ, ഒരു ജസ്റ്റ് എക്സാമ്പിളാണ് പറയുന്നത്. ഓക്കെ, ഏകദേശം ഇതുപോലെയാണ് വരിക. ഓക്കെ, അപ്പോൾ 10ഉം 1ഉം കൂട്ടിയിട്ട് ആഡ് ചെയ്യാനുള്ള കമാൻഡ് കൊടുത്താൽ ആഡ് ചെയ്തതിന് ശേഷം എന്താവും? 11 എന്നുള്ള വാല്യൂ ഇവിടെ സേവ് ആയി. ഓക്കെ, 11 എന്നുള്ള വാല്യൂ സേവ് ആയി. ഇനി അടുത്ത കമാൻഡ് എന്തായിരിക്കും? ഈ 11 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യണം? തിരിച്ച് ഇവിടേക്ക് തന്നെ റീപ്ലേസ് ചെയ്യണം അല്ലേ. 10 എന്നുള്ള വാല്യൂ റീപ്ലേസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ 11 ആക്കി മാറ്റണം. ഓക്കെ, അപ്പം ആ എക്സിലുള്ള വാല്യൂ തിരിച്ച് സ്റ്റോർ ചെയ്യാൻ നമ്മൾ സാധനം പറയാം. ഓക്കെ, ലോഡ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ലോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് രജിസ്റ്ററിലേക്ക് വാല്യൂ എടുക്കുക. സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിൽ നിന്ന് തിരിച്ച് മെയിനിലേക്ക് തന്നെ എന്ത് ചെയ്യാം? വാല്യൂസ് റീസ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യാം? കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യും? റാമിലേക്ക് എടുക്കും. റാമിൽ നിന്ന് എന്തെങ്കിലും കാൽക്കുലേഷനോ കാര്യമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? CPU-ൻ്റെ അകത്തേക്ക് വാല്യൂ എടുക്കും. അവിടെ രജിസ്റ്റർ ഉണ്ടാവും. അതിൻ്റെ അകത്തുള്ള ചെറിയ സ്റ്റോറേജ് ആണ്. ഓക്കെ, ഹൈ സ്പീഡ്, ഏറ്റവും കൂടുതൽ സ്പീഡ് രജിസ്റ്ററിനാണ് ഉണ്ടാവുക. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാൻ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നല്ല സ്പീഡോടെ വേണ്ടി വരും. ഇവിടെ സ്പീഡ് ഒന്നുകൂടി കുറയും. ഓക്കെ, ഹാർഡ് ഡിസ്കിലാകുമ്പോൾ സ്പീഡ് അതിനേക്കാൾ കുറയും. അപ്പോൾ ഇവിടെ വേണ്ട കാൽക്കുലേഷൻസ് നടത്തും. കാൽക്കുലേഷൻസ് നടത്തിയതിന് ശേഷം എന്ത് ചെയ്യും? തിരിച്ച് റാമിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി ഇതിവിടെ നമ്മൾ പ്രിൻ്റ് എഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കൺസോളിലെ ബ്ലാക്ക് സ്ക്രീനിൽ എന്ത് ചെയ്യും? ഇവിടെ ഈ വാല്യൂ എക്സ് ഈക്വൽ നമ്മൾ പ്രിൻ്റ് എഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ മൈൻഡിലൊന്നും ഉണ്ടാവുക. റെഡി. ഇനിയിപ്പം ഈ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ പുതിയ മെയിൻ ഫംഗ്ഷൻ ആണല്ലേ. അവിടെ നമ്മൾ ഇപ്പോൾ ഫ്ലോട്ട്, റേഡിയസ്, ഏരിയ, അപ്പോൾ 2 വേരിയബിൾസ് എന്ത് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? ഇപ്പോൾ എക്സിക്യൂഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റേഡിയസും ഏരിയയും ആൾറെഡി പിന്നെ ഡിക്ലെയർഡ് ആണ്. അപ്പോൾ ആൾറെഡി റാമിൽ ആരുണ്ട്? റേഡിയസിൻ്റെ ഏരിയ ഉണ്ട് അല്ലേ. നമ്മൾ റേഡിയസ് ചോദിക്കണം. റേഡിയസ് നമ്മൾ കൊടുത്തു, 3 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം എന്ത് ചെയ്തു? വാല്യൂ എടുത്തു. പ്രോസസ്സറിൻ്റെ അകത്ത് പോയിട്ട് ഏരിയ ഈക്വൽ റേഡിയസ് ഇൻറ്റു 3.14 എന്നുള്ള വാല്യൂ ചെയ്തു. അതിനുശേഷം ആ റിസൾട്ട് തിരിച്ച് ഏരിയ എന്നുള്ളതിലേക്ക് ഇവിടെ സ്റ്റോർ ചെയ്തു. ഓക്കെ, സ്റ്റോർ ചെയ്തതിന് ശേഷം ഇവിടെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ പ്രോഗ്രാം എക്സിറ്റ് ആയി. ആൾറെഡി പ്രോഗ്രാം എക്സിറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഏരിയ ഓഫ് ഗിവൺ സർക്കിൾ ഈസ് 28.something. ഓക്കെ, പ്രോഗ്രാം എക്സിറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഈ ഐഡിയ നമുക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം ഇവിടെ. ഓക്കെ, എൻ്റർ ആക്കിയിട്ട് കണ്ടിന്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വരിക. ഇനി അടുത്തൊരു രൂപം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ പിന്നെയുള്ള സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ക്ലാസ് ആണ്. അപ്പോൾ രജിസ്റ്റർ ക്ലാസ്സിൽ നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. രജിസ്റ്റർ ഇൻറ്റ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അതിനുവേണ്ടി സ്ഥലം അലോട്ട് ചെയ്യുക എവിടെയാണ്? റാമിൻ്റെ അകത്താണല്ലോ. റാമിൻ്റെ അകത്താണ് ഇവിടെ കാണാൻ പറ്റും. രജിസ്റ്റർ എന്നുള്ള ഈ ഒരു രൂപത്തിൽ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്താൽ അത് നേരെ പോയിട്ട് സ്റ്റോർ ചെയ്യുക എവിടെയാണ്? രജിസ്റ്ററിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഹൈ സ്പീഡ് കാൽക്കുലേഷനോ ചില പ്രത്യേക സാഹചര്യത്തിലേക്ക് അത് വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? രജിസ്റ്റർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, റെഡി. പിന്നുള്ളതാണ് സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ്, മൂന്നാമത്തേത്. ഓക്കെ, സ്റ്റാറ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങി അവസാനിക്കുന്നത് ഒരാളുടെ ലൈഫ് അവൈലബിൾ ആയിരിക്കും. ആൾ മരിക്കൂല. പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങി അവസാനിക്കുന്നവരെ ആരുണ്ടാവും? ലൈഫ് ഉണ്ടാവും. അപ്പം ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിക് ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 5. അപ്പോൾ ഇൻറ്റ് കൗണ്ട് എന്നുള്ളത് സ്റ്റാറ്റിക് വേരിയബിളാണ്. അപ്പം
ഇയാൾ എന്ത് ചെയ്യും, മെയിൻ ഫംഗ്ഷൻ തുടങ്ങി അവസാനിച്ച പ്രോഗ്രാം ഫുൾ തുടങ്ങി അവസാനിക്കുന്നവരെ എന്തുണ്ടാവും, ആളുടെ ലൈഫ് അവൈലബിൾ ആയിരിക്കും. ഇത് ഗ്ലോബലി അവൈലബിൾ ആയിരിക്കും ചെയ്യും. ഓക്കെ, അതാണ് സ്റ്റാറ്റിക്കിൻ്റെ പ്രത്യേകത. ഓക്കെ, പ്രോഗ്രാം തുടങ്ങി അവസാനിക്കുന്നവരെ സ്റ്റാറ്റിക്കായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ അതവിടെ ഉണ്ടായിരിക്കും. അതാണ് സ്റ്റാറ്റിക് വേരിയബിൾ. പല സമയത്ത് നമുക്ക് സ്റ്റാറ്റിക് വേരിയബിൾസ് ആവശ്യമുണ്ടാവും. ഇപ്പോൾ ഫംഗ്ഷൻസിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വിചാരിക്കാം ഇൻറ്റ് i = 5. പിന്നെ നമുക്ക് പലതവണ ഈ ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്യേണ്ടി വരികയാണ്. എന്നാൽ ഈ i എന്നുള്ള വേരിയബിളിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് എടുത്തു വെക്കണം വിചാരിക്കാം. i = 5 ആണ്. അപ്പോൾ ഓരോ തവണ i ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, അതിൻ്റെ കൂടെ ആദ്യം 5 എന്ന് കയറി പിന്നെ 6, 7, 8 അങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഓരോ തവണ മെയിന്ന് വിളിക്കുന്ന സമയത്തും നമുക്ക് അതിൻ്റെ വേരിയബിൾ അതിൻ്റെ വാല്യൂ മാറ്റം വരാതെ സ്റ്റോർ ചെയ്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്റ്റാറ്റിക്കായി ഡിക്ലെയർ ചെയ്യണം. വേണമെങ്കിൽ ഇത് പുറത്ത് ഡിക്ലെയർ ചെയ്താൽ മതി എന്നുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ സ്റ്റാറ്റിക്കിൻ്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് നോർമലി നമ്മൾ ജസ്റ്റ് ഒരു ഇൻറ്റ് i എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ തവണ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, പുതിയൊരു i ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളിവിടെ ടെമ്പിൻ്റെ കേസ് പറഞ്ഞ പോലെ ഓക്കെ, ഓരോ തവണ നമ്മൾ ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ടെമ്പ് പുതിയത് ക്രിയേറ്റ് ചെയ്യും. അത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഓരോ തവണ പോയി കഴിഞ്ഞാലും ഈ ടെമ്പ് = 10 എന്നുള്ള വാല്യൂ പുതിയ അസൈൻ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ ഇൻറ്റിനെ നമ്മൾ സ്റ്റാറ്റിക് ഇൻറ്റ് ടെമ്പ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വാല്യൂ നമ്മൾ പുറത്ത് പോയാലും ഡിസ്പ്ലേൻ്റെ പുറത്ത് പോയി മെയിലിൽ എത്തിയാലും എന്തില്ല, അതിൻ്റെ വാല്യൂ അവിടെ കിടക്കും. ടെമ്പ് എന്നുള്ള വാല്യൂ ഇവിടുന്ന് ഡിലീറ്റ് ആയി പോകില്ല, അതവിടെ ഉണ്ടാവും. അത് എപ്പോഴും ഡിലീറ്റ് ആവുള്ളൂ, നമ്മൾ പ്രോഗ്രാം കംപ്ലീറ്റ് എക്സിക്യൂഷൻ കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ മാത്രമേ അതിൻ്റെ ലൈഫ് പോവുള്ളൂ. അതാണ് സ്റ്റാറ്റിക്. ഓക്കെ, പിന്നെയുള്ളത് എക്സ്റ്റേൺ സ്റ്റോറേജ് ക്ലാസ് ആണ്. ഓക്കെ, എക്സ്റ്റേൺ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫയലുകൾ യൂസ് ചെയ്യുന്ന സമയത്താണ് വരിക. ഇപ്പോൾ main.c ഒരു എക്സാമ്പിളാണ് main.c എന്നുള്ള ഒരു ഫയൽ. അതുപോലെ രണ്ടാമത്തെ ഫയൽ support.c, 2 ഫയലാണുള്ളത്. അപ്പോൾ 2 ഫയലിൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒരു വാല്യൂ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കാം. ചില സമയത്ത് മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടാവും, C പ്രോഗ്രാം ഒറ്റ ഫയലല്ല ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൗണ്ട് എന്നുള്ള വേരിയബിൾ 2 പേരുടെ ഇടയിൽ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്നുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ഫയൽ നമ്മൾ എന്ത് ചെയ്ത് ഇൻറ്റ് കൗണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് എക്സ്റ്റേൺ ഇൻറ്റ് കൗണ്ട് എന്ന് കാണാൻ പറ്റും. എക്സ്റ്റേണൽ വേരിയബിൾ ആയിട്ടാണ് ഇതിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ കൗണ്ടിന് എന്ത് ചെയ്യാം, ഇതേ കൗണ്ടിനെയാണ് ആര് യൂസ് ചെയ്യുക, ഫസ്റ്റത്തെ ഫയലിലും യൂസ് ചെയ്യാം. അപ്പോൾ 2 ഫയലുകൾ തമ്മിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, എക്സ്റ്റേണലായിട്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ void റൈറ്റ് എക്സ്റ്റേൺ എന്നുള്ളൊരു ഫംഗ്ഷന് ഇവിടെ അത് ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എവിടെ കൊടുത്തിട്ടുള്ളത്, താഴെ support.c എന്ന രണ്ടാമത്തെ ഫയലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ടിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ support.c എന്നുള്ള പ്രോഗ്രാമിൻ്റെ അകത്ത് കൗണ്ടിൻ്റെ വാല്യൂ എവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നില്ല അല്ലേ. പക്ഷേ അത് എവിടെ കൊടുക്കുന്നുണ്ട്, ആദ്യത്തെ ഫയൽ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഫയലിൽ മെയിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, count = 5 എന്നുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുക, റൈറ്റ് എക്സ്റ്റേൺ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക. അപ്പോൾ താഴെ ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഇനി 2 ഫയൽ ഒരുമിച്ച് നമ്മൾ കമ്പൈൽ ചെയ്യണമെങ്കിൽ ഉബുണ്ടുവിലൊക്കെ ആണെങ്കിൽ ലിനക്സിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, cc സ്പേസ് ഫസ്റ്റത്തെ ഫയൽ സ്പേസ് സെക്കൻഡത്തെ ഫയലിൻ്റെ പേര് ആ രൂപത്തിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ 2ഉം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഫയലായിട്ട് നമുക്ക് തരും. എററൊന്നും ഇല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കൗണ്ടിൻ്റെ വാല്യൂ അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് 4 ടൈപ്പ് സ്റ്റോറേജ് ക്ലാസ്. ഓക്കെ, ഓട്ടോ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്. ഒന്നുകൂടി പറയാം, അതായത് നമ്മൾ നോർമലി കൊടുക്കുന്നതെല്ലാം ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ് അത് ഇതിൻ്റെ വിസിബിലിറ്റിയും സ്കോപ്പ് ഉണ്ടാവുക. അപ്പോൾ മെയിൻ ആണെങ്കിൽ മെയിൻ, ഡിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേ, എക്സെട്ര. രജിസ്റ്ററായി ഡിക്ലെയർ ചെയ്താൽ അത് നേരെ പോയിട്ട് എന്ത് ചെയ്യും, രജിസ്റ്ററിൻ്റെ അകത്ത് പോയിട്ടാണ് എന്ത് ചെയ്യുക, CPU-ൻ്റെ രജിസ്റ്ററിൻ്റെ അകത്ത് പോയിട്ടാണ് ആ വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. സ്റ്റാറ്റിക് ആണെങ്കിൽ പ്രോഗ്രാം തുടങ്ങി അവസാനിക്കുന്നവരെ ആ വേരിയബിൾ വിസിബിൾ ആയിരിക്കും. അത് നമ്മൾ സ്റ്റാറ്റിക് എന്നുള്ള ഒരു കീവേഡും കൂടി എന്ത് ചെയ്യും, ആ ഡിക്ലറേഷൻ്റെ തൊട്ട് മുന്നേ കൊടുക്കും. സ്റ്റാറ്റിക് ഇൻഡെക്സ് എന്നുള്ളൊരു കൊടുക്കും. എക്സ്റ്റേൺ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഫയൽസിൽ നമുക്ക് ഒരേ വേരിയബിൾ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റേൺ ഉപയോഗിക്കും. അപ്പോൾ എക്സ്റ്റേൺ ഇൻഡെക്സ് ആ രൂപത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ.